ആഹ്ലാദമുള്ള ഒരു സന്ദർഭമാണിത്. കഥകളിയിൽ എക്കാലത്തെയും മികച്ച കലാകാരന്മാരായ പത്മഭൂഷൺ കലാമണി രാഹുൽ തന്നെ വളരെ രാജകീയമായി വാഴക്കുളം കൊച്ചാർട്ടിസ്റ്റിൻ്റെ വെബ്സൈറ്റ് ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ്. ഇനി 2 പവർ പോയിന്റ് പ്രസന്റേഷൻസ് ആണ്. ശാസ്ത്രീയ കലാരൂപങ്ങളുടെ സൈബർ സാധ്യതകൾ എന്നാണ് അതിന് പൊതുവായിട്ട് ഒരു പേരിട്ടിരിക്കുന്നത്. ആദ്യം സൈബർ സംസ്കാരത്തെക്കുറിച്ച് ലഘുവായ ഒരു പരിചയപ്പെടുത്തലാണ് എൻ്റെ അവതരണം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. തുടർന്ന് വാഴക്കുളം കൊച്ചാർട്ടിസ്റ്റിൻ്റെ ഈ വെബ്സൈറ്റുമായി ബന്ധപ്പെട്ട കഥകളിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തുടർന്നുള്ള പ്രസന്റേഷനിൽ ശ്രീ സുനിൽകുമാർ, ശ്രീ നിഖിൽ കപ്ലിങ്ങാട്, ശ്രീ ശ്രീചിത്രൻ എന്നിവർ ചേർന്നിട്ടുള്ള പ്രസന്റേഷനിൽ അവതരിപ്പിക്കുന്നതാണ്. ഇവിടെ ശരിക്കും സംസാരിക്കുന്ന ഒരു ചെറിയ പ്രശ്നമുണ്ട്. കാരണം ഇന്റർനെറ്റുമായി ബന്ധപ്പെട്ട് അതിൻ്റെ സാങ്കേതിക കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിരന്തരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ധാരാളം പേർ ഇന്നിവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അവരെ സംബന്ധിച്ച് ഇതിൽ പല കാര്യങ്ങളും വളരെ പ്രാഥമികമായ ചില കാര്യങ്ങൾ പറയുന്ന അവരെ സംബന്ധിച്ച് അപ്രസക്തമാവും. ഇന്റർനെറ്റ് ഉപയോഗിക്കാറുണ്ട്, എന്നാൽ അതിൻ്റെ സാധ്യതകളിലേക്ക് അധികം കടന്നു ചെന്നിട്ടില്ലാത്ത ചില ആൾക്കാരുണ്ടാവും. അവരെയും അതേപോലെ തന്നെ ഇന്റർനെറ്റുമായി അധികം പരിചയമില്ലാത്ത മറ്റുള്ളവരെയും ഉദ്ദേശിച്ചിട്ടാണ് ഈ പരിചയപ്പെടുത്തൽ എന്ന നിലയ്ക്കുള്ള ആദ്യത്തെ അവതരണം. അതുകൊണ്ട് ഇതുമായി സാങ്കേതികമായ ഗാഠമായ ധാരണയുള്ള ആൾക്കാർ അവർക്ക് ഉണ്ടാകാവുന്ന ആ ഒരു ബുദ്ധിമുട്ടിൽ ക്ഷമിക്കണമെന്ന് അപേക്ഷിക്കുന്നു. ഞാൻ അതിൻ്റെ സാങ്കേതിക ശാസ്ത്രവുമായി ബന്ധപ്പെട്ടല്ല, ഇന്റർനെറ്റ് സംസ്കാരവുമായി ബന്ധപ്പെട്ട സമീപകാലത്ത് ധാരാളം പഠനങ്ങൾ വികസിച്ചു വന്നിട്ടുണ്ട്. അത്തരത്തിലുള്ള ചില പഠനങ്ങൾ വായിച്ചതിൻ്റെയും അതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ചില ലേഖനങ്ങളും മറ്റൊക്കെ എടുത്ത് എഴുതേണ്ടി വന്നു. ആ ഒരു ധൈര്യത്തിലാണ് ഈ കാര്യങ്ങളിവിടെ അവതരിപ്പിക്കുന്നത്. നമുക്ക് പരിചയമുള്ള മറ്റ് മാധ്യമങ്ങൾ നേരത്തെ തന്നെയുണ്ട്. പ്രത്യേകിച്ച് അച്ചടി മാധ്യമങ്ങൾ, പത്രം പോലെയൊക്കെയുള്ള അച്ചടി മാധ്യമങ്ങളുണ്ട്. പിന്നെ റേഡിയോ ഉണ്ട്, ടെലിവിഷൻ ഉണ്ട്. അങ്ങനെയുള്ള ഇലക്ട്രോണിക് മാധ്യമങ്ങൾ പല കാലങ്ങളായിട്ട് നമ്മുടെ സംസ്കാരത്തെ പലതരത്തിൽ സ്വാധീനിച്ചിട്ടുണ്ട്. എന്നാൽ കമ്പ്യൂട്ടർ എന്ന പുതിയ ഇലക്ട്രോണിക് മാധ്യമം 2 പതിറ്റാണ്ടുകളായി ലോകത്ത് മറ്റിടങ്ങളിൽ എന്ന പോലെ നമ്മുടെ സാംസ്കാരിക ജീവിതത്തിൽ സൃഷ്ടിച്ച സ്വാധീനം ഇപ്പോഴും അധികം ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല. ഇതിൽ പ്രാഥമികമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇലക്ട്രോണിക് സാക്ഷരത ഉള്ളവരെന്നും ഇല്ലാത്തവരെന്നും ഈ പുതിയ മാധ്യമം ജനതയെ 2ആയി പിളർത്തുന്നു എന്നുള്ളത്. നമുക്ക് മറ്റേതെങ്കിലും തരത്തിലുള്ള സാക്ഷരതയോ വിദ്യാഭ്യാസമോ ഒന്നും പ്രശ്നമല്ലാത്ത തരത്തിൽ സൈബർ സാക്ഷരത അല്ലെങ്കിൽ ഇന്റർനെറ്റിൽ ഇടപെടാനുള്ള കമ്പ്യൂട്ടർ എന്ന് പറയുന്ന ആ ഉപകരണം ഉപയോഗിക്കാനുള്ള അതിൻ്റെ പ്രാഥമികമായ കാര്യങ്ങൾ അറിയാനുള്ള ആ ഒരവസ്ഥ, അത് ആ സാക്ഷരത ഉള്ളവരെന്നും ഇല്ലാത്തവരെന്നും ലോകത്തെ തന്നെ 2ആയി പിളർക്കുന്ന, ജനതയെ തന്നെ 2ആയി പിളർക്കുന്ന ഒരു അവസ്ഥയാണ് ഇതിലൂടെ വന്നു ചെയ്യുന്നത്. നമുക്ക് ഒരു വിഷയത്തിൽ PhD ഉള്ള ഒരാളുണ്ടാവും, മലയാള സാഹിത്യത്തിൽ PhD ഉള്ള ഒരാളുണ്ടാവും. പക്ഷെ അദ്ദേഹത്തിന് ഇന്റർനെറ്റ് ഉപയോഗിക്കാൻ അറിയില്ല, അല്ലെങ്കിൽ കമ്പ്യൂട്ടറുമായിട്ട് ബന്ധപ്പെട്ട സാക്ഷരത ഇല്ലെങ്കിൽ ഈ ലോകത്തേക്ക് പ്രവേശിക്കാനാവാത്ത ഒരവസ്ഥയുണ്ട്. ഈ ജനതയെ 2ആയി പിളർക്കുന്നു എന്നുള്ളത് സാംസ്കാരികമായി വലിയ ചില പ്രശ്നങ്ങളും കൂടെ കൊണ്ടുവരുന്നുണ്ട്. ഈ സാക്ഷരത നമ്മൾ സാധാരണ ഇലക്ട്രോണിക് അർത്ഥത്തിലുള്ള പ്രയോഗത്തിൽ ഈ സാക്ഷരത ഇല്ലാത്തവർ പുതിയ ലോകത്ത് സ്വയം അപ്രസക്തരാകുന്നു. കാരണം സമകാലിക ജീവിതത്തിൽ അറിവിന്റെയും അനുഭവത്തിന്റെയും പ്രധാന മാധ്യമം തന്നെ ഇന്റർനെറ്റ് എന്ന ഈ മായിക യാഥാർത്ഥ്യവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. നമ്മൾ പഴയകാലത്ത് ലൈബ്രറിയിൽ പോയിരുന്ന ഒരു പുസ്തകം അന്വേഷിച്ച് ലൈബ്രറിയിൽ ചെല്ലുക, ആ പുസ്തകം അവിടെ കണ്ടില്ലെങ്കിൽ മറ്റ് ഇടങ്ങളിൽ പോയി അന്വേഷിക്കുക, എത്ര അന്വേഷിച്ചാലും ഒരു പുസ്തകം കിട്ടാതെ വരിക, ഇങ്ങനെയൊക്കെയുള്ള ധാരാളം അവസ്ഥ. അപ്പോൾ ഒരു വിഷയത്തെക്കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ പലതരത്തിൽ പല കാലങ്ങളിലൂടെ ആർജിച്ചിരുന്ന പല സംഗതികളും ഇന്ന് നമ്മുടെ വിരൽത്തുമ്പിൽ തന്നെ ലഭ്യമാകുന്ന ഒരവസ്ഥയുണ്ട്. പുസ്തകങ്ങളുടെ കാര്യത്തിലായാലും അതുപോലെ മറ്റ് അറിവുകളുടെ കാര്യത്തിലായാലും മൾട്ടിമീഡിയ പ്രസന്റേഷൻസ് വന്നതോടുകൂടി നമുക്ക് അത്തരത്തിലുള്ള ഓഡിയോ ക്ലിപ്പുകൾ, പിന്നെന്താണ് വീഡിയോ ദൃശ്യങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള സംഗതികളെല്ലാം നമ്മളുടെ വിരൽത്തുമ്പിൽ തന്നെ ലഭ്യമാകുന്ന ഒരവസ്ഥ വന്നു ചേരുകയാണ്. അത്തരത്തിലുള്ള വലിയ വിപ്ലവകരമായ ഒരു പരിവർത്തനമാണ് കഴിഞ്ഞ 2 നൂറ്റാണ്ട് കൊണ്ട് കേരളത്തിൽ സംഭവിച്ചത്. നമ്മുടെ പ്രിയപ്പെട്ട കവി PP രാമചന്ദ്രൻ അടുത്ത കാലത്തൊരു കൗതുകകരമായ കാര്യം ചെയ്തു. അദ്ദേഹം വിജയദശമിയുടെ അന്ന് എഴുത്തിനെടുക്കുന്നത് മണലിൽ എഴുത്തിരുന്നതിന്റെ കൂടെ തന്നെ കമ്പ്യൂട്ടറിലും എഴുത്തിനിരുത്തൽ നടത്തുകയുണ്ടായി. ഇത് ഒരു കൗതുകകരമായ കാര്യത്തിനപ്പുറം
ഉണ്ടായിട്ടുണ്ടെന്നർത്ഥം. കാരണം ഇന്നത്തെ കാലത്ത് ഒരു സിദ്ധാന്തം തന്നെയുണ്ട്, മനുഷ്യൻ യന്ത്രവുമായി അത്രമേൽ അടുത്തിരിക്കുന്നു, മനുഷ്യൻ യന്ത്രത്തിന്റെ ഭാഗമോ അല്ലെങ്കിൽ യന്ത്രം മനുഷ്യന്റെ ഭാഗമോ ആയി തീരുന്ന ഒരവസ്ഥ സമീപകാലത്തായിട്ട് വന്നു ചേർന്നിരിക്കുന്നു എന്ന് പറയാറുണ്ട്. പ്രത്യേകിച്ച് നമ്മളുടെ സൈബർ ജീവിതം പരിശോധിച്ചാൽ ഈ ഒരു അവസ്ഥ വേഗം മനസ്സിലാവും. ഈ സൈബർ സ്പേസ് എന്നുള്ള വാക്ക് ആദ്യമായിട്ട് ഉപയോഗിക്കുന്നത് ഒരു സൈബർ പങ്ക് നോവലിസ്റ്റാണ്. അദ്ദേഹത്തിന്റെ വില്യം ഗിബ്സൺ എന്ന് പറയുന്ന ആ നോവലിസ്റ്റിന്റെ ന്യൂ റൊമാൻസർ എന്ന നോവലിലാണ് ആദ്യമായിട്ട് ഈ പേര് പ്രത്യക്ഷപ്പെടുന്നത്. അദ്ദേഹം തന്നെ എഴുതിയിട്ടുള്ള 2 ചെറുകഥകളുണ്ട്. ആ 2 ചെറുകഥകൾ കൂടാതെ ഈ വാക്ക് ആവർത്തിച്ച് ഉപയോഗിക്കുന്ന ഒരു നോവൽ ന്യൂ റൊമാൻസറാണ്. ഈ ന്യൂ റൊമാൻസറിൽ സൈബർ സ്പേസ് എന്ന വാക്ക് ഉപയോഗിക്കുന്നു എന്നുള്ളത് മാത്രമല്ല അതിന്റെ പ്രസക്തി. 1954 ഇന്റർനെറ്റുമായിട്ടുള്ള ഒരു പരിചയം അല്ലെങ്കിൽ ഇന്റർനെറ്റ് ഇത്തരത്തിൽ വ്യാപകമായി ഉപയോഗിക്കപ്പെടുന്ന ഒരു കാലത്തിന് മുൻപാണ് ഈ നോവൽ ഉണ്ടായത്. ആ നോവൽ അദ്ദേഹം സൃഷ്ടിച്ച കഥാപാത്രങ്ങളുടെ കാര്യം വളരെ കൗതുകരമാണ്. അതായത് മനുഷ്യന്റെ ബോധത്തെ കമ്പ്യൂട്ടർ ശൃംഖലയുമായി ബന്ധിപ്പിക്കപ്പെട്ട കഥാപാത്രങ്ങളാണ്. അതിലെ കഥാപാത്രങ്ങളുടെ ഓരോരുത്തരുടെയും തലച്ചോറും കമ്പ്യൂട്ടറുമായി നേരിട്ട് തന്നെ ബന്ധപ്പെട്ടിരിക്കുന്നത്. അപ്പൊ പകുതി മനുഷ്യൻ പകുതി യന്ത്രവുമായി തീരുന്ന ഒരവസ്ഥ. അത്തരത്തിലുള്ള കഥാപാത്രങ്ങൾ നിറഞ്ഞൊരു നോവലാണ് നേരത്തെ പറഞ്ഞ ന്യൂ റൊമാൻസർ. അപ്പൊ ഈ പ്രവചന സ്വഭാവത്തോടുകൂടി വില്യം ഗിബ്സൺ ചെയ്തൊരു സംഗതി, ന്യൂ റൊമാൻസറിൽ വില്യം ഗിബ്സൺ ചെയ്തൊരു സംഗതി, യന്ത്രവും മനുഷ്യനും ചേർന്നിട്ടുള്ള ഒരു പിന്നീടുള്ള ഒരു കാലത്തെ അദ്ദേഹം പ്രവചന സ്വഭാവത്തോടെ അടയാളപ്പെടുത്തി എന്നുള്ളതാണ്. അപ്പൊ ഈ ഒരു തരത്തിൽ പറഞ്ഞാൽ ഈ വാക്കും അദ്ദേഹം പ്രതീക്ഷിച്ചതിനൊക്കെ വളരെ അപ്പുറത്തേക്കുള്ള പ്രചാരം ആ വാക്കിനും സൈബർ സ്പേസ് എന്നുള്ള വാക്കിനും ലഭിക്കുന്നുണ്ട്. അതിന്റെ കാരണം വെച്ചാൽ ഇന്ന് ആ നോവലിന്റെ ഒരു പ്രസക്തി എന്താ വെച്ചാൽ ഇന്നത്തെ ജീവിതത്തിൽ വ്യക്തിയുടെ ബോധതലം ഈ സൈബർ ശൃംഖലയുമായി കണ്ണുചേർക്കപ്പെട്ടിരിക്കുന്നു. പുതിയ കാലത്ത് ജീവിച്ചിരിക്കുന്ന നമ്മളുടെ ഓരോരുത്തരുടെയും ജീവിതം അത്തരത്തിലായി മാറിയിരിക്കുകയാണ്. ഇപ്പൊ നമുക്ക് മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ നമുക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ മൊബൈൽ ഫോണിന്റെ സാധ്യതകൾ അറിയാത്ത ഒരു പെൺകുട്ടി ഇന്ന് ചൂഷണത്തിന് ഇടയാവും, സംശയമില്ലാത്ത കാര്യമാണ്. മൊബൈൽ ഫോണിന്റെ സാധ്യതകൾ അറിയുന്ന ഒരാൾ, അതാണ് ശാസ്ത്ര സാങ്കേതിക വിദ്യ എപ്പോഴും ഒരു അനിവാര്യതയായി തീരുകയാണ്. സാധാരണ ജനത്തിനും കൂടി ഒരു അനിവാര്യതയായി തീരുന്ന ഒരവസ്ഥ ഈ പറഞ്ഞ സാങ്കേതിക വിദ്യക്കുണ്ട്. ഇപ്പൊ കമ്പ്യൂട്ടറിന്റെ കാര്യം പറഞ്ഞാൽ ഏകദേശം അങ്ങനെ തന്നെയാണ്. ഇന്റർനെറ്റുമായി പരിചയമില്ലാത്ത ഒരാൾക്ക് ഇന്ന് പുതിയ കാലത്തെ പല സംഗതികളും അയാളെ സംബന്ധിച്ച് അപ്രാപ്യമായി തീരുക എന്ന് പറയുന്ന അവസ്ഥ ഉണ്ട്. വീട്ടിലാണെങ്കിലും തൊഴിലിടത്താണെങ്കിലും യാത്രയിലാണെങ്കിലും അത് അയാളോടൊപ്പം ഉണ്ട് ഈ പറഞ്ഞ സൈബർ സ്പേസ്. കാരണം ലാപ്ടോപ്പ് അല്ലെങ്കിൽ ഐപോഡ്, മൊബൈൽ ഫോൺ, നെറ്റ്ബുക്ക് തുടങ്ങിയിട്ടുള്ള ഉപകരണങ്ങൾ, ഇലക്ട്രോണിക് ഉപകരണങ്ങൾ, അതൊക്കെ ഈ ഏത് സമയത്ത് ഈ ബന്ധത്തെ നിലനിർത്തുന്ന സാങ്കേതിക ഉപകരണങ്ങളാണ്. മനുഷ്യരുടെ പ്രാഥമികമായ ചോദനകളിൽ ആഹാരവും വായുവും ഒഴിച്ചുള്ളവയെല്ലാം മറ്റൊരു തരത്തിൽ തൃപ്തിപ്പെടുത്താനുള്ള ശേഷി ഈ നവ സാങ്കേതികതയ്ക്കുണ്ട്. അതോടൊപ്പം തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മളുടെ ഒരു യഥാർത്ഥത്തിലുള്ള ലോകം എന്നുള്ളതും മായികമായ ഒരു ലോകം എന്നുള്ളത് രണ്ട് ഏകദേശം കെട്ടുപിണഞ്ഞു പോകുന്നൊരവസ്ഥ. യഥാർത്ഥത്തിലുള്ളത് ഏത്, മായികമായത് ഏതെന്ന് തിരിച്ചറിയാനാവാത്തൊരവസ്ഥ, യാഥാർത്ഥ്യവും മിഥ്യയും ഇടകലരുന്നൊരവസ്ഥ, കൃത്രിമത്വവും സ്വാഭാവികതയും ഇടകലരുന്നൊരവസ്ഥ. ഈ ഒരവസ്ഥ ഈ ഇന്റർനെറ്റ് ജീവിതം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പൊ യാഥാർത്ഥ്യത്തെയും മിഥ്യയെയും സ്വാഭാവികതയും കൃത്രിമത്വത്തൊക്കെ വേർതിരിക്കാനാവാത്ത ഇടപിരിച്ചുള്ള ഒരു പുതിയ ജീവിതത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഇത്തരത്തിലുള്ള സൈബർ സംസ്കാരവുമായി ബന്ധപ്പെടുന്ന ഒരാളാണ്. ഇപ്പൊ ഭൗതിക ലോകത്തെ അയൽക്കാരെ അറിയില്ലെങ്കിലും ലോകത്തിന്റെ പലയിടങ്ങളിലുള്ളവർ നമ്മളുടെ പുതിയ അയൽക്കാരായിത്തീരുന്നു. അവർ തന്നെ യാഥാർത്ഥ്യമോ മിഥ്യയോ എന്നറിയാനാവാത്ത അവസ്ഥ ഉണ്ടാകുന്നു. ഇവിടെ വച്ച് തന്നെ പലരെയും പരിചയപ്പെട്ടത് ഇന്റർനെറ്റിലൂടെ നേരത്തെ തന്നെ വളരെ അടുത്ത സുഹൃത്തുക്കളാണ്, പക്ഷെ നേരിട്ട് കാണുന്ന ഇപ്പോഴാണ് എന്ന് പറയുന്ന അവസ്ഥ ഇന്ന് പോലും ഇവിടെ ഉണ്ടായി. ഇവിടെ കൂടിയിരിക്കുന്ന ആൾക്കാർ തന്നെ പിറക്കുകൊണ്ടായിട്ടുള്ള ഒരു അവസ്ഥയാണ്. അപ്പൊ അത്തരത്തിൽ നേരത്തെ തന്നെ പലരും തമ്മിലുള്ള ബന്ധങ്ങൾ പോലും ഈ ഇന്റർനെറ്റ് വഴിയായിത്തീരുന്ന ഒരവസ്ഥയുണ്ട്. അതിൽ തന്നെ പലരും യഥാർത്ഥത്തിലുള്ള ആളാണോ അല്ലാത്ത ആളാണോ എന്ന് നമ്മൾ നേരിട്ട് കാണുന്ന ആളെ കാണുമ്പോൾ മാത്രമാണ് നമുക്ക് ബോധ്യമാകുക. അല്ലെങ്കിൽ ചിലപ്പോൾ വേറൊരാൾ അയാളുടേതല്ലാത്ത വേറൊരു പേരിലാവും ഇതിൽ സ്വയം അവതരിപ്പിക്കുക, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഇത്തരത്തില് യാഥാർത്ഥ്യവും മിഥ്യയും തിരിച്ചറിയാനാവാത്ത അവസ്ഥ ഉണ്ടാകുന്നു. ഇത്തരത്തിൽ സൗഹൃദങ്ങളും പ്രണയങ്ങളും ലോകബോധവും എല്ലാം പുതിയ രീതിയിൽ നിർണ്ണയിക്കാൻ ശേഷിയുള്ള ഈ കാലത്തെ ജീവിതവും മാധ്യമവും ഒന്നു തന്നെയാകും എന്നുള്ളതാണ്. ഞാനിത് കഥകളെ കുറിച്ച് മാത്രമല്ല പറയുന്നത്, പൊതുവായിട്ട് ഈ ഇന്റർനെറ്റ് സംസ്കാരം സൈബർ തിയറി എന്ന് പറയുന്ന ഒരു സംഗതി അടുത്ത കാലത്ത് വളരെ ശക്തമായിക്കൊണ്ടിരിക്കുകയാണ്. സൈബർ കൾച്ചർ എന്ന് പറയുന്ന സംഗതി, അതിനെ അടിസ്ഥാനപ്പെടുത്തി ധാരാളം സിദ്ധാന്തങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞത്. വളരെ ലളിതമായിട്ട് ഇന്റർനെറ്റ് എന്താണെന്നുള്ളത് പറയാൻ പ്രശ്നമാണ്. ലോകത്തിലെ വിവിധ കമ്പ്യൂട്ടറുകളിലായി ശേഖരിക്കപ്പെട്ടിരിക്കുന്ന വിവരങ്ങൾ പരസ്പരം കോർത്ത് നെയ്തെടുത്ത ആഗോള വ്യാപകമായ ഒരു ഭീമൻ വലയാണ് ഇന്റർനെറ്റ് എന്ന് ലളിതമായി പറയാം. ശേഖരിക്കപ്പെടുന്ന വിവരങ്ങൾ പലയിടത്തായിട്ട് ചിതറിക്കിടക്കുകയാണ്. ഒപ്പം അവ തമ്മിൽ കണ്ണു ചേർത്തിട്ടുമുണ്ട്. അത്തരത്തിൽ ഒരുതരം കേന്ദ്രീകരണവും
ഒപ്പം വികേന്ദ്രീകരണവും സൈബർ സ്പേസിലുണ്ട്. അതായത് നമ്മൾ ഇന്റർനെറ്റിന്റെ രൂപീകരണത്തിന് വഴിവെച്ച ഒരു കാര്യം ഉദാഹരണമായിട്ട് നമുക്ക് വേഗം മനസ്സിലാവും. അമേരിക്കൻ പ്രതിരോധ വകുപ്പിന്റെ അധീനതയിലുള്ള അഡ്വാൻസ്ഡ് റിസർച്ച് പ്രോജക്ട്സ് ഏജൻസി അവരൊരു പരീക്ഷണ ശൃംഖല എന്നുള്ള നിലയ്ക്ക് വികസിപ്പിച്ചെടുത്തതാണ് ഈ ഇന്റർനെറ്റ് ആദ്യകാലത്ത്. പ്രതിരോധ സംബന്ധമായ വിവരങ്ങൾ ശേഖരിച്ച കമ്പ്യൂട്ടറുകൾ പരസ്പരം ഘടിപ്പിച്ച് പ്രവർത്തിക്കുമ്പോൾ അവയുടെ നിയന്ത്രണം ഒരു കമ്പ്യൂട്ടറിൽ തന്നെ കേന്ദ്രീകരിച്ചാൽ ആ കമ്പ്യൂട്ടറിന് സംഭവിക്കുന്ന തകരാറോ അതിനു നേരെയുള്ള ആക്രമണമോ മുഴുവൻ ശൃംഖലയെ നശിപ്പിക്കുമെന്ന അപകടമൊന്നും തോന്നിയ അവർ എല്ലാ കമ്പ്യൂട്ടറുകൾക്കും തുല്യ പങ്കാളിത്തമുള്ളതും ഒപ്പം പരസ്പരം കണ്ണു ചേർക്കപ്പെടുന്നതുമായ ഒരു വ്യവസ്ഥയ്ക്ക് രൂപം നൽകുകയാണ് ചെയ്തത്. അപ്പൊ ഒരു വല തന്നെയാണ്, ഇന്റർനെറ്റ് തന്നെയാണ്. ഇപ്പോൾ ഒന്നോ രണ്ടോ കണ്ണുകൾ പൊട്ടിയാലും ഒരു വല ഉപയോഗശൂന്യമാകാത്തതുപോലെ ഒന്നോ രണ്ടോ കമ്പ്യൂട്ടറുകൾക്ക് എന്തെങ്കിലും കേട് സംഭവിച്ചു അല്ലെങ്കിൽ തകരാറ് സംഭവിച്ചു എന്നുള്ളതുകൊണ്ട് അല്ലെങ്കിൽ ഒന്നോ രണ്ടോ സെർവറുകൾക്ക് എന്തെങ്കിലും തകരാറ് സംഭവിച്ചാൽ ഈ വലിയ ശൃംഖലയ്ക്കൊന്നും സംഭവിക്കാത്ത അവസ്ഥ വരികയാണ്. അത് പൂർണ്ണമായിട്ട് ഉപയോഗശൂന്യമാകാത്തൊരവസ്ഥ ഉണ്ട്. അത് വീണ്ടും പ്രവർത്തനക്ഷമമാകുന്നു. അപ്പൊ അങ്ങനെ അത് ഈ ഒരു തരത്തിലുള്ള കേന്ദ്രീകരണവും വികേന്ദ്രീകരണവും ഈ ഘടനയിൽ തന്നെ ഉണ്ടെന്ന്. അപ്പൊ അത് ആഗോളമായതിനെ പ്രാദേശികമാക്കുകയും പ്രാദേശികമായതിനെ ആഗോളമാക്കുകയും ചെയ്യും. ഗ്ലോക്കലൈസേഷൻ ഒരേ സമയത്ത് ഗ്ലോബലാണ്, അതേ സമയത്ത് ലോക്കലുമാണ് എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ്. വിവരങ്ങൾ വികേന്ദ്രീകരിക്കപ്പെടുന്നു, ഒപ്പം ശൃംഖലാ ബന്ധത്തിലൂടെ സംയോജിക്കപ്പെടുകയും ചെയ്യുന്നു. മാത്രമല്ല ഇന്റർനെറ്റ് തന്നെ വിവിധ മാധ്യമങ്ങളുടെ സംയോജിത രൂപമാണ്. അച്ചടി മാധ്യമത്തിനോ ഇതര ദൃശ്യശ്രാവ്യ മാധ്യമങ്ങൾക്കോ ചെയ്യാനാവുന്നതെല്ലാം ഇതിനെ ഒറ്റയ്ക്ക് തന്നെ നിർവഹിക്കാനാണ്. ലിഖിത രേഖകളും എഴുതിയ സംഗതികൾ, അതുപോലെ രേഖപ്പെടുത്തിയ സംഭാഷണങ്ങളും നിശ്ചലമോ ചലനാത്മകമായ ദൃശ്യങ്ങളും ചേർക്കാൻ സൈബർ മാധ്യമങ്ങൾക്ക് സാധ്യതയുണ്ട്. ആഗോളതലത്തിൽ തന്നെ വിനിമയ വ്യവസ്ഥ സാധ്യമാണെന്നാണ് ഒരിടത്ത് പറഞ്ഞാൽ നമ്മൾ പ്രസിദ്ധീകരിക്കുന്ന സമയത്തിന് ആഗോളതലത്തിൽ തന്നെ അത് ലഭ്യമാകുന്നു എന്നുള്ളതാണ് ഇന്റർനെറ്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു സാധ്യത. ഈ സാധ്യതകൾ മിക്കതും വികസിത ദശയിലെത്തിയ ഇതൊക്കെ ചെയ്യുന്ന സാധാരണക്കാർക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇതിലെ ആകർഷകമാകുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. വികസിത ദശയിലേക്ക് എത്തിയ 1990-കളിലാണ് കേരളത്തിൽ ഇന്റർനെറ്റിന്റെ ഉപയോഗം വ്യാപകമായി തുടങ്ങുന്നത്. സാങ്കേതിക വിദഗ്ധരല്ലാത്ത സാധാരണക്കാർ പരിമിതമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് ആദ്യം ഇത് ഉപയോഗിച്ചു വന്നത്. ഏത് വിഷയത്തെക്കുറിച്ചും പ്രാഥമികമായ കാര്യങ്ങൾ അറിയാൻ സെർച്ച് എഞ്ചിനിൽ ടൈപ്പ് ചെയ്താൽ മതി എന്ന് പറയുന്ന ഒരു അവസ്ഥ ഉണ്ടായി. ഇത് ഇന്റർനെറ്റ് ബന്ധമുള്ള ആൾക്കാരെ ക്ഷമിക്കുക, വളരെ പ്രാഥമികമായ കാര്യങ്ങളാണ് പറയുന്നത്. ഇത് നമ്മൾ മഹാത്മാഗാന്ധിയെ കുറിച്ച് അറിയണമെങ്കിൽ മഹാത്മാഗാന്ധി എന്നുള്ള സെർച്ചിന്റെ ആ ടൈപ്പ് ചെയ്യാനുള്ള ഭാഗത്ത് എഴുതി കഴിഞ്ഞാൽ ഇത്രയും വലിയ സെർച്ച് റിസൾട്ടുകളാണ് വരുന്നത്. കണ്ടില്ല, ലക്ഷക്കണക്കിന് റിസൾട്ടുകളാണ് വരുന്നത്. അതിൽ തന്നെ മഹാത്മാഗാന്ധിയെ കുറിച്ച് വിക്കിപീഡിയ എന്ന് പറയുന്ന ഇന്റർനെറ്റ് വിജ്ഞാനകോശത്തിൽ വരുന്ന ലേഖനം, അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ ചിത്രങ്ങൾ, ഹിസ്റ്ററി ആൻഡ് പൊളിറ്റിക്സ് എന്ന് പറയുന്ന മഹാത്മാഗാന്ധിയുടെ വേറെ അങ്ങനെ പലതരത്തിലുള്ള വെബ്സൈറ്റുകളിലേക്കുള്ള ലിങ്കുകൾ ഇവിടെ വരികയാണ്. അപ്പൊ നമ്മള് പരിചയക്കാർക്ക് വേണ്ടി മാത്രം പറയുകയാണെങ്കിൽ ഈ ഏതെങ്കിലും ഒരു ബ്രൗസറിൽ ഈ ഇന്റർനെറ്റ് എക്സ്പ്ലോറർ എന്നോ അല്ലെങ്കിൽ മറ്റേ മോസില്ല ഫയർഫോക്സ് എന്നോ അല്ലെങ്കിൽ ഗൂഗിൾ ക്രോം എന്നൊക്കെ പറയുന്ന ഏതെങ്കിലും ഒരു ബ്രൗസറിൽ നമ്മൾ ബ്രൗസർ തുറന്നു കഴിഞ്ഞിട്ട് ഈ സെർച്ച് ചെയ്യാനുള്ള ഭാഗത്ത് ഗൂഗിളിന്റെ സെർച്ചിൽ പോയി സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള കുറെ പേജുകൾ വരും. ഈ പേജുകളിൽ പോയി കഴിഞ്ഞാൽ ഇദ്ദേഹത്തെ കുറിച്ചുള്ള സമഗ്രമായ വിവരങ്ങൾ അല്ലെങ്കിൽ പല സ്ഥലത്തായിട്ട് ചേർക്കുന്ന വിവരങ്ങൾ പല വെബ്സൈറ്റുകളിൽ നിന്നായിട്ട് നമുക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ മഹാത്മാഗാന്ധിയെ കുറിച്ച് എന്തെങ്കിലും പ്രാഥമികമായ കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ ഇന്റർനെറ്റിനെ മാത്രം ആശ്രയിച്ചാൽ മതി എന്നുള്ളൊരവസ്ഥ ഉണ്ട്. ഇത്തരത്തിലുള്ള സെർച്ചിലൂടെ ഈ സെർച്ച് എഞ്ചിനിലൊക്കെയുള്ള ആദ്യകാലത്ത് ഇന്റർനെറ്റിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അട്രാക്ഷൻ, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആകർഷണം. അപ്പൊ വിവിധ വിഷയങ്ങളുടെ പ്രാഥമികമായ വിവരങ്ങൾ മുതൽ ആഴമേറിയ വിശകലനങ്ങൾ വരെ ഇത്തരത്തിൽ ലഭ്യമാണ്. കേരളത്തിന്റെ സാംസ്കാരികമായ വീടുവയ്പ്പുകളെ കുറിച്ച് ഇത്തരത്തിലുള്ള വിവരങ്ങൾ കുറച്ചൊക്കെ ലഭ്യമാണെങ്കിലും ആ മേഖല ഇനിയും വികസിക്കേണ്ടതുണ്ട്. അതാണ് നമുക്ക് പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യം. നമ്മളിപ്പോ കേരളത്തിലെ കഥകളി എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കുറേയൊക്കെ തൃപ്തികരമായ വിവരങ്ങൾ ഇന്റർനെറ്റിൽ നിന്ന് കിട്ടും. പക്ഷേ നമ്മളിപ്പോൾ കൂടിയാണെന്നോ അല്ലെങ്കിൽ മേള കലകളെന്നോ ആണ് നമ്മൾ ടൈപ്പ് ചെയ്യുന്നതെങ്കിൽ അത്രത്തോളം ആധികാരികമായ, അത്രത്തോളം നമുക്ക് ആശ്രയിക്കാവുന്ന, സാങ്കേതികമായിട്ട് തന്നെ ആശ്രയിക്കാവുന്ന തരത്തിലുള്ള വെബ്സൈറ്റുകൾ വളരെ കുറവാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇല്ല എന്ന് തന്നെ ചിലപ്പോൾ പറയേണ്ടി വരുന്നത്. കേരളത്തിലുള്ള മറ്റ് ക്ലാസ്സിൽ കഥകളി മാത്രമേ ഉള്ളൂ കഷ്ടിച്ചെന്തെങ്കിലും ചർച്ച ചെയ്യുന്നത്, ഇതിൽ വ്യാപകമായ രീതിയിൽ ചർച്ച ചെയ്യുന്ന ഒരു കലാരൂപം. ബാക്കി എല്ലാ കലാരൂപങ്ങളും, ബാക്കി ഒരു കലാരൂപത്തെ കുറിച്ച് ഇത്ര ആഴമേറിയ ചർച്ചകളോ അല്ലെങ്കിൽ ഇത്ര വ്യാപകമായ ചർച്ചകളോ ഒന്നും നടക്കുന്നില്ല. നമുക്ക് പലപ്പോഴും ഇത്ര ടൂറിസ്റ്റ് ഇൻഫർമേഷൻ എന്നുള്ളതിലേക്ക് സർക്കാർ വെബ്സൈറ്റ് തയ്യാറാക്കിയ സംഗതികളൊക്കെ മാത്രമാണ് നമുക്ക് മിക്കപ്പോഴും ലഭിക്കുക. ഒരു ഉദാഹരണം പറയാം. കേരളത്തിലെ മേളയെ കുറിച്ച് സെർച്ച് ചെയ്ത ഒരു അനുഭവം പറയാം. ഇപ്പോഴല്ല, ഒരു 5-8 വർഷം മുമ്പാണ് കേരളീയ മേളയെ കുറിച്ച് സെർച്ച് ചെയ്തപ്പോൾ കേരളത്തിൽ നിന്നുള്ള സൈറ്റുകളിൽ നിന്ന് ആകെ ലഭിച്ചത് ടൂറിസ്റ്റുകളെ ആകർഷിക്കാൻ മാത്രം ഉദ്ദേശിച്ച് രൂപപ്പെടുത്തിയ ചില വിവരങ്ങളാണ്. പഞ്ചാരി, പാണ്ടി, ചെമ്പട, അഞ്ചടന്ത, ധ്രുവം, മഠ്യം തുടങ്ങിയ മേളങ്ങളുടെ താളവ്യവസ്ഥ, അതേപോലെ ശബ്ദഖണ്ഡങ്ങളുടെ ഉദാഹരണത്തോടെ വിവരിക്കുകയും സാംസ്കാരികമായി വിശകലനം ചെയ്യുകയും ചെയ്യുന്ന ഒരു വെബ്സൈറ്റ് കാണാൻ കഴിഞ്ഞത് ഒരു തരത്തിൽ പറഞ്ഞ ഒരു അത്ഭുതകരമായ ഒരു കാര്യമാണ്. അത്
ബ്രിട്ടീഷ് ലൈബ്രറിയുടെ വെബ്സൈറ്റാണ്. ബ്രിട്ടീഷ് ലൈബ്രറിയുടെ വെബ്സൈറ്റിൽ പഞ്ചാരിമേളം എന്ന് പറഞ്ഞാൽ പഞ്ചാരിമേളത്തിന്റെ 5 കാലത്തിലും താളം പിടിക്കുന്ന രീതി, ഓരോ കാലത്തിലും അക്ഷരകാലം എത്ര, അത് ഓരോ താളത്തിന്റെ ഏത് ഭാഗത്താണ് ആ അക്ഷരകാലം വരുന്നത് എന്നൊക്കെ ഉള്ളതിനെ കുറിച്ച് വളരെ വിശദമായിട്ട് നൊട്ടേഷൻ സഹിതം ഈ ബ്രിട്ടീഷ് ലൈബ്രറിയുടെ വെബ്സൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. പഞ്ചാരിമേളത്തെ കുറിച്ച് മാത്രമല്ല, പാണ്ഡ്യമേളത്തെ കുറിച്ച് മാത്രമല്ല, കേരളത്തിലെ അത്ര പ്രചാരത്തിലില്ലാത്ത ധ്രുവം, മഠ്യം, അഞ്ചമന്ത, അടർത്ത തുടങ്ങിയുള്ള മേളത്തെക്കുറിച്ച് വരെ സൗണ്ട് ക്ലിപ്പുകൾ ഉൾപ്പെടെ ഈ പറഞ്ഞ സംഗതികളെ കുറിച്ച് കേരളത്തിലുള്ള വെബ്സൈറ്റുകളിൽ നിന്ന് ആകെ ഉള്ളതാണ് ഈ പറഞ്ഞ ടൂറിസ്റ്റുകളെ ആകർഷിക്കാൻ വേണ്ടി മാത്രമായിട്ടുള്ള ചില പഞ്ചാരിമേളം. നമ്മുടെ പഞ്ചാരിമേളം കിട്ടുന്ന ഇത്ര ആൾക്കാരുടെ ഒരു ഫോട്ടോയും കേരളത്തിന്റെ മഹത്തായ പാരമ്പര്യം ഒക്കെ പറയുന്ന തരത്തിലുള്ള വളരെ ഉപരിപ്ലവമായ തരത്തിലുള്ള സൈറ്റുകളാണ്. പക്ഷേ ബ്രിട്ടീഷ് ലൈബ്രറി ഈ സൈറ്റ് കണ്ടുപിടിക്കുകയാണ് അതിൻ്റെ ഒരു പ്രാധാന്യം മനസ്സിലായത്. അത്തരത്തിലുള്ള വെബ്സൈറ്റുകൾ കേരളത്തിൽ നിന്ന് തന്നെ വരേണ്ട ഒരു ആവശ്യകതയുണ്ട്. കാരണം കേരളത്തിലെ പൂരപ്പറമ്പുകളിൽ നിന്ന് ആലേഖനം ചെയ്തെടുത്ത ആ സൗണ്ട് ക്ലിപ്പുകൾ നമുക്ക് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ റൂൾസ് വിഡിയോസ് എന്ന് പറയുന്ന ആ സംഗതികൾ അതിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ള ആ സാഹിത്യത്തിന്റെ അനുവാദം നമ്മൾ വാങ്ങണം. തമാശ. കേരളത്തിലെ പൂരപ്പറമ്പിൽ നിന്ന് അദ്ദേഹം റെക്കോർഡ് ചെയ്തെടുത്തതാണ് ഈ സംഗതി. അപ്പൊ ആ കോപ്പിറൈറ്റ് അദ്ദേഹത്തിനാണ്. കേരളത്തിലെ ഓരോ കലയുടെയും അവതരണ സന്ദർഭങ്ങൾ, അവതരണ സ്ഥലങ്ങൾ, അവതരണ രീതി, അവയുടെ സാങ്കേതികവും സാംസ്കാരികവും സൗന്ദര്യശാസ്ത്രപരവുമായ പ്രത്യേകതകൾ എന്നിവ ദൃശ്യശ്രാവ്യ ഉപാദാനങ്ങളുടെ സഹായത്തോടെ വിശകലനം ചെയ്യുന്ന വെബ്സൈറ്റുകൾ വിവരശേഖരണത്തിനായി പ്രധാനമായും ഇന്റർനെറ്റിനെ ആശ്രയിക്കുന്ന ഇന്നത്തെ സാഹചര്യത്തിൽ അനിവാര്യമാണ്. അത് കേരളത്തിൽ തന്നെ ഉണ്ടാവണം. കഥകളെ കുറിച്ച് മാത്രം പോരാ എന്ന് തീർച്ചയായിട്ടും നമുക്ക് പറയേണ്ടി വരും. ഓരോ മേഖലയിലും അത് തീർച്ചയായിട്ടും കലാകാരന്മാരും അതാത് കലാരൂപങ്ങളുമായി ബന്ധപ്പെട്ട ആസ്വാദകരും വലിയൊരു കൂട്ടായ്മയായി നിന്ന് പ്രവർത്തിച്ചാൽ മാത്രമേ സാധ്യമാവുള്ളൂ. ഒരു കലയെക്കുറിച്ച് തന്നെയുള്ള അടിസ്ഥാന വിവരങ്ങൾ തന്നെ ഇതുപോലെ ഒന്ന് ഒരു വെബ്സൈറ്റ് ആക്കണമെന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ട് നമുക്കറിയാം. അത്തരത്തിൽ മറ്റ് കലാരൂപങ്ങളെ കുറിച്ചും കൂടി തയ്യാറാക്കണമെന്നുണ്ടെങ്കിൽ കലാസ്വാദകരും മിക്ക ആൾക്കാരും തന്നെ ഈ ഇന്റർനെറ്റിന്റെ മേഖലയിലേക്ക് കൂടി വരേണ്ട ഒരു അനിവാര്യത ഉണ്ടെന്ന് പറയുകയാണ്. അപ്പൊ മറ്റേത് മാധ്യമത്തെക്കാളും ഇന്റർനെറ്റിനുള്ള സാധ്യതകൾ ഇതിനായി ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. ഇംഗ്ലീഷിലും മലയാളത്തിലും ഇത് ലഭ്യമാക്കേണ്ടതുണ്ട്. മലയാളത്തിലുള്ള തിരയിലും സാധ്യമായതോടുകൂടി ഇന്ന് നമുക്കിത് ഇംഗ്ലീഷിൽ മാത്രമല്ല മലയാളത്തിലും സെർച്ച് ചെയ്യാം. മലയാളത്തിൽ തന്നെ ടൈപ്പ് ചെയ്തിട്ട് ഈ മഹാത്മാഗാന്ധി ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിൽ മലയാളത്തിലുള്ള വിക്കിപീഡിയ ഉണ്ട്. അതേപോലെ മറ്റ് മഹാത്മാഗാന്ധിയെ കുറിച്ചുള്ള പ്രാഥമികമായ പല വിവരങ്ങളും മലയാളത്തിൽ തന്നെ ലഭ്യമാണ്. പക്ഷേ വേറൊരു തമാശയുണ്ട്. മലയാളത്തിലുള്ള സെർച്ച് എന്ന് പറയുന്ന സംഗതിയിലൂടെ നമുക്ക് ലഭിക്കുന്നത് വളരെ അപൂർവമായിട്ട് മാത്രമേ വിശദമായ വിശകലനങ്ങൾ അതിലും ലഭ്യമാകുന്നുള്ളൂ. കൂടുതൽ ആൾക്കാർ പ്രത്യേകിച്ച് ധനലാഭമോ അത്തരത്തിലുള്ള ലക്ഷ്യങ്ങളൊന്നും ഇല്ലാതെ തന്നെ പ്രവർത്തിക്കുന്ന ഈ വിക്കിപീഡിയ പോലുള്ള ഇന്റർനെറ്റ് വിജ്ഞാനകോശത്തിൽ അതിന്റെ ഭാഗമായി പ്രവർത്തിക്കേണ്ടതിന്റെ ഒരു ആവശ്യകത കൂടി പറയുകയാണ്. മലയാളത്തിൽ ടൈപ്പ് ചെയ്യാനായിട്ട് എല്ലാവരും ശീലിക്കുക എന്നുള്ളത് വളരെ വിനയപൂർവ്വം ഒരു റിക്വസ്റ്റ് ഒക്കെയാണ്. മലയാളത്തിൽ ടൈപ്പ് ചെയ്യാനായിട്ട് ശീലിക്കാറുണ്ട്. ഇന്റർനെറ്റ് മലയാളത്തിൽ ടൈപ്പ് ചെയ്യാൻ ശീലിക്കുക എന്നുള്ളത് വളരെ പ്രാഥമിക ആവശ്യമായിരിക്കുകയാണ്. നമ്മളുടെ തന്നെയുള്ള ശ്രീധരനെ പോലുള്ള ഡോക്ടർ ടി എസ് മാധവന്റെ പോലുള്ള ആൾക്കാരൊക്കെ ഇതിനകത്ത് ഈ കഥകളെ കുറിച്ചുള്ള ചർച്ചകൾ നടത്തുമ്പോഴേക്കും ഹരീഷ് നമ്പൂതിരി ഇവിടെ ഉള്ള ഈ പ്രദേശമായിട്ട് പരിചയപ്പെട്ട ഈ പ്രദേശത്തുള്ള ആളല്ല, ഈ പ്രദേശത്ത് തന്നെ ഉള്ളവരാണ്. അവർക്ക് ഈ ഇന്റർനെറ്റ് മലയാളം ടൈപ്പ് ചെയ്യുക എന്നുള്ളത് അവരെ സംബന്ധിച്ച് നിസ്സാരമായ ഒരു കാര്യമാണ്. എല്ലാവരും ആ ഒരു കാര്യം ശീലിക്കണം എന്നുള്ളൊരു റിക്വസ്റ്റ് കലാസ്വാദകരെല്ലാവരും. കാരണം ഈ ഇന്റർനെറ്റിലെ പല ചർച്ചകൾ, അവതരണങ്ങളെ കുറിച്ചുള്ള ചർച്ചകൾ നടക്കുന്നു. മാത്രമല്ല ഇതേപോലുള്ള കൂടിയാട്ടത്തിനെ കുറിച്ചൊരു പേജ് നമുക്ക് ഉണ്ടാകണമെങ്കിൽ അതിന്റെ സാങ്കേതികമായ കാര്യങ്ങൾ അറിയുന്ന ആൾ തന്നെ അത് ചെയ്താലേ ശരിയാവുള്ളൂ. അപ്പൊ അത്തരത്തിൽ മലയാളത്തിലും ഇംഗ്ലീഷിലുമായിട്ട് 2 ഭാഷകളിലുമായി ഇത്തരത്തിലുള്ള വിവരങ്ങൾ ലഭ്യമാക്കണമെങ്കിൽ മലയാളത്തിലുള്ള ടൈപ്പിംഗ് പോലുള്ള സംഗതി ശരിയാണ്. ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ വിസ്തരിച്ച് പറയുന്നില്ല. ഏതെങ്കിലും യൂണിക്കോഡ് ഫോണ്ട് നമ്മുടെ കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്യുകയും ടൈപ്പ് ചെയ്യാനായിട്ട് ഏതെങ്കിലും ഒരു സോഫ്റ്റ്വെയർ സ്വന്തമാക്കുകയും മാത്രം ചെയ്താൽ മതി. വളരെ ഫ്രീ ആയിട്ട് ആർക്കും ഈ സംഗതി ചെയ്യാവുന്നതാണ്. അപ്പൊ അത്തരത്തിൽ മാത്രമല്ല ഇപ്പം വളരെ പ്രചാരത്തിലുള്ള സംഗതി ഇപ്പം മലയാളം എന്നടിക്കണമെങ്കിൽ MALA Y എന്നുള്ള ദീർഘം വരുമ്പോഴേക്കും അതിന് മാത്രം ചെറിയൊരു വ്യത്യാസം, ഒരു ഷിഫ്റ്റ് അടിച്ചുകൊണ്ട് അത് ചെയ്യുക. അങ്ങനെയൊക്കെയുള്ള ചെറിയ കാര്യങ്ങൾ മാത്രം അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ സംഗതി ആർക്കും വേണമെങ്കിൽ ടൈപ്പ് ചെയ്യാവുന്ന അവസ്ഥയാണ്. വളരെ ലളിതമായ ഒരു സംഗതിയാണ്. അതുകൊണ്ട് മലയാളത്തിൽ ടൈപ്പ് ചെയ്യാൻ ശീലിക്കണം റിക്വസ്റ്റ് കൂടി വെക്കുകയാണ്. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന നമുക്ക് ഇന്റർനെറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ അതിനെക്കുറിച്ച് അധികം വിസ്തരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഇമെയിൽ അയക്കാനും മറ്റുമൊക്കെയാണ് നമ്മൾ സാധാരണ സെർച്ച് ചെയ്യാനായിട്ടും അതുപോലെ തന്നെ ഇമെയിൽ അയക്കാനാണ് ആദ്യകാലത്ത് ഇന്റർനെറ്റ് പ്രധാനമായിട്ട് ഉപയോഗിച്ചിരുന്നത്. ഈ ഇമെയിൽ സിസ്റ്റമായിട്ട് നമുക്ക് മിക്കവാറും എല്ലാവർക്കും പരിചയമുള്ളതാണ്. ഇന്റർനെറ്റിനെ പറ്റി പ്രാഥമികമായ ധാരണയുള്ളവർക്ക് പോലും ഇക്കാര്യങ്ങൾ അറിയാം. അതിനുള്ള സൗകര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ ടൈപ്പ് ചെയ്ത ലേഖനങ്ങൾ, അതുപോലെ നിശ്ചലമോ ചലനാത്മകമായ ദൃശ്യങ്ങൾ, സൗണ്ട് ക്ലിപ്പുകൾ എന്നിവയ്ക്ക് അറ്റാച്ച്മെന്റ് ആയി അയക്കാനുള്ള സൗകര്യമുണ്ട്.
നമുക്കിപ്പോൾ ഏതെങ്കിലും നല്ലൊരു പാട്ട് കിട്ടുകയാണെങ്കിൽ ആ പാട്ട് നമുക്ക് ഈ മറ്റൊരാൾക്ക് മെയിൽ ചെയ്ത് കൊടുക്കണമെങ്കിൽ മറ്റൊരാൾക്ക് അയക്കണമെങ്കിൽ അത് സാധ്യമാണെന്നാണ്. മാത്രമല്ല അയച്ചു കഴിഞ്ഞാൽ ഉടനടി തന്നെ സ്വീകർത്താവിന് അത് ലഭിക്കുന്നു എന്നുള്ളതാണ് ഇമെയിലിലെ മറ്റൊരു സവിശേഷത. കത്ത് അയക്കുന്നതിന് പകരമായിട്ട് ഈ സിസ്റ്റം ഏതുകൊണ്ട് വന്നൊരു വ്യത്യാസം നമുക്ക് ഇന്ന് നമുക്ക് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാണ്, വളരെ സ്വാഭാവികമായിട്ട് നമ്മൾ ചെയ്യുന്നൊരു കാര്യമാണ്. പക്ഷെ ഇത് വരുന്നതോടുകൂടി വന്നൊരു വ്യത്യാസം എന്താണ് നമുക്ക് തന്നെ ഇന്ന് ആലോചിക്കാൻ പറ്റുമെന്ന് സംശയമാണ്. അത്തരത്തിൽ വിപ്ലവകരമായ ഒരു പരിവർത്തനമാണ് ഇതോടുകൂടി വന്നത്. ഫോട്ടോകൾ വീഡിയോകൾ അവയൊക്കെ ഇങ്ങനെ പരസ്പരം വിനിമയം ചെയ്യാവുന്നതാണ്. മാത്രമല്ല ഇതിനെക്കുറിച്ചുള്ള റിപ്പോർട്ടുകളും വിശകലനങ്ങളും അത് ശ്രദ്ധിക്കാവുന്ന ഒരു കാര്യമാണ്. ഇതിനെക്കുറിച്ചുള്ള റിപ്പോർട്ടുകളും വിശകലനങ്ങളും നോക്കിയപ്പോൾ നമ്മൾ ഏതെങ്കിലും പത്രമാധ്യമങ്ങൾക്ക് അയച്ചു കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതിനുള്ള ഏറ്റവും എളുപ്പത്തിലുള്ള ഒരു ഉപാധി ഇന്ന് നമ്മൾ ടൈപ്പ് ചെയ്തിട്ട് ഒരു മാറ്റം ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് ഉടനടി തന്നെ പത്രസ്ഥാപനങ്ങളിലേക്കും അല്ലെങ്കിൽ വാരികകളിലേക്കും മറ്റൊക്കെ അയക്കാനുള്ള ഒരു സൗകര്യമാണ്. ഞാനൊരു വ്യക്തിപരമായ അനുഭവം പറയാൻ ക്ഷമിക്കണം. ഒരു ഉദാഹരണം പറഞ്ഞാൽ മൈക്കൽ ജാക്സൺ എന്ന് പറയുന്ന പോപ്പ് സംഗീതജ്ഞൻ ഒരു വെള്ളിയാഴ്ചയാണ് മരിക്കുന്നത്. ആ വെള്ളിയാഴ്ച അദ്ദേഹം മരിച്ചപ്പോഴേക്കും അദ്ദേഹത്തെ കുറിച്ച് ഒരു ലേഖനം എഴുതി കൊടുക്കണമെന്നുള്ള ഒരു മാധ്യമത്തിൽ നിന്ന് ആവശ്യപ്പെടുണ്ടായി. പെട്ടെന്ന് ഈ പറഞ്ഞ ശനി ഞായർ കഴിഞ്ഞിട്ട് തിങ്കളാഴ്ച ഈ മാറ്റം അവർക്ക് കിട്ടിയാൽ മാത്രമേ തൊട്ടടുത്ത ആഴ്ചയിലുള്ള ഇഷ്യൂകൾ അത് വരുള്ളൂ. അപ്പോൾ ഈ വെള്ളിയാഴ്ച രാത്രിയിൽ മരിച്ച അല്ലെങ്കിൽ വെള്ളിയാഴ്ച മരിച്ച ഈ മൈക്കൽ ജാക്സൺ മരണത്തിന് ശേഷം തൊട്ടു പിന്നാലെ ഈ 2 ദിവസം കൊണ്ട് ഇരുന്നിട്ട് ഒരു പത്രപ്രവർത്തനം തന്നെയാണ്. 2 ദിവസം കൊണ്ട് ഇരുന്നിട്ട് ഈ പറഞ്ഞ ലേഖനം തയ്യാറാക്കുകയും അത് അയച്ചു കൊടുക്കുകയും ചെയ്തു. ആ മാധ്യമം മൈക്കൽ ജാക്സൺ മരണത്തെ തൊട്ടു പിന്നാലെ മരണത്തെ തുടർന്നിട്ട് അദ്ദേഹത്തെ കുറിച്ചുള്ള ആദ്യത്തെ ലേഖനം ഈ പറഞ്ഞതായി മാറിയതുകൊണ്ട് ഇങ്ങനെ ഇത് ഞാൻ പറഞ്ഞാൽ ആ വേഗതയെ കുറിച്ച് പറയുക. പെട്ടെന്ന് തന്നെ ഒരു ലേഖനം നമ്മൾ എഴുതിയിട്ട് അത് അയച്ചു കൊടുത്ത് അതൊരു മാധ്യമത്തിന് അയച്ചു കൊടുത്ത് അത് വീണ്ടും അവർ ടൈപ്പ് ചെയ്ത് അങ്ങനെയൊക്കെ വരുന്നതിന്റെ സാങ്കേതികമായ ആ ഒരു താമസവും ഒക്കെ എത്രത്തോളം പെട്ടെന്ന് ഒഴിവായി പോകുന്നത് എന്നുള്ളത് ഒന്ന് സൂചിപ്പിക്കാൻ മാത്രമേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. അതിന് സ്വന്തമായ അനുഭവത്തെ ആശ്രയിച്ചെന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പൊ കമ്പ്യൂട്ടറിലുള്ള എഴുതാനുള്ള പരിചയം കൂടി തീർച്ചയായിട്ടും ഇനിയുള്ള കാലത്ത് മലയാളത്തിലും എഴുതാനുള്ള ഒരു പരിചയം കൂടി തീർച്ചയായിട്ടും ഉണ്ടാവണമെന്ന് ഒരു റിക്വസ്റ്റ് വീണ്ടും വയ്ക്കുകയാണ്. അപ്പൊ ഇനി പറയാനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം 20ാം നൂറ്റാണ്ടിന്റെ അവസാനം വരെ വിവരശേഖരണത്തിനും ആശയവിനിമയത്തിനുമാണ് ഇന്റർനെറ്റ് കൂടുതൽ ഉപയോഗപ്പെട്ടതെങ്കിൽ 21ാം നൂറ്റാണ്ടിൽ ഈ രംഗത്ത് സംഭവിച്ച പ്രധാന വികാസം ഓൺലൈൻ കൂട്ടായ്മകളുടേതാണ്. നമുക്കിന്ന് ഇന്റർനെറ്റിൽ തന്നെ വലിയൊരു സുഹൃത്ത് വൃന്ദമോ ഒരു ബന്ധു വൃന്ദമോ ഒരു കഥകളി ആസ്വാദനമായ മണിവാദക്കോടം അദ്ദേഹത്തിന്റെ ഒരു സോഷ്യൽ നെറ്റ്വർക്ക് സൈറ്റിൽ ഇട്ടിരുന്ന ഒരു ഇതുണ്ട്. 2 വഴിക്കാണ് എനിക്ക് ബന്ധുക്കൾ. ഒന്ന് രക്തബന്ധമുള്ളവരും മറ്റൊന്ന് ഓർക്കുട്ട് വഴിയുള്ളവരും. അത്തരത്തിൽ 2 തരത്തിലുള്ള ബന്ധുക്കളാണ് അദ്ദേഹത്തിനുള്ളതെന്നാണ്. അപ്പൊ ഞാൻ പറഞ്ഞത് ഇത്തരത്തിലുള്ള ഒരു വലിയ സുഹൃത്ത് ബന്ധം ഈ ഇന്റർനെറ്റിലെ സോഷ്യൽ നെറ്റ്വർക്കിംഗ് കൂട്ടായ്മകളിലൂടെ ഉണ്ടാകുന്നുണ്ട്. സോഷ്യൽ നെറ്റ്വർക്കിംഗ് കൂട്ടായ്മകളെ പരിചയപ്പെടുത്താം. അതിനു മുൻപ് ഈ ഗൂഗിളിൽ തന്നെ ലഭ്യമായ ഈ ജിമെയിലിന്റെ ഇൻബോക്സ് ആണ്. ജിമെയിൽ എന്ന് പറയുന്ന ഇമെയിൽ പ്രൊവൈഡറിന്റെ ഒരു ഇൻബോക്സ് ആണ് നമ്മൾ കണ്ടത്. ഇതിൽ തന്നെ ഗൂഗിൾ ബസ് എന്ന് പറയുന്ന ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വേറൊരു പേജിലേക്ക് വരും. ബസ് എന്ന് പറയുന്ന ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വേറൊരു പേജിലേക്ക് വരും. ബസ്സിന്റെ അത് ഗൂഗിൾ ബസിന്റെ പ്രൊഫൈലാണ്. പ്രൊഫൈൽ ഞാൻ ഉണ്ടാക്കിയതല്ല, എന്റെ ഫോട്ടോ ശ്രീജിത്തനാണ് ഇതിന്റെ ആള്. അതുകൊണ്ട് ഇതിൽ തന്നെ ഇടയ്ക്ക് ചില സ്റ്റാറ്റസ് മെസ്സേജ് ആയിട്ട് കൊടുക്കുന്ന സംഗതികൾ അങ്ങനെയുള്ള സംഗതികൾ കോപ്പി ചെയ്തിട്ട് ബസ്സിലേക്ക് കൊടുക്കാറുണ്ട്. ബ്ലോഗുകൾ കൊടുക്കുന്ന സംഗതികൾ വേണമെങ്കിൽ ബസ്സിൽ കൊടുക്കാവുന്നതാണ്. അത്തരത്തിൽ നമ്മളുടെ ഇമെയിൽ ലിസ്റ്റിലുള്ള ആൾക്കാർ നമ്മളെ ഫോളോ ചെയ്യും, നമ്മൾ വേറെ ആൾക്കാരെ ഫോളോ ചെയ്യും. അങ്ങനെ അവരെല്ലാവരും ചേർന്നുള്ള ചർച്ചകൾക്കും മറ്റൊക്കെ ഏതെങ്കിലും വിഷയത്തിലുള്ള ചർച്ചകൾക്കും മറ്റൊക്കെ സാധ്യതകളുണ്ട്. ഇതിലവിടെ ചില തമാശകളും അങ്ങനെയൊക്കെയുള്ള സംഗതികൾ യഥാർത്ഥി എന്ന് പറയുന്ന നോവലിസ്റ്റ് എഴുതിയിട്ടുള്ള ഒരു സംഗതിയാണ്. ഒരു തമാശയുള്ള സംഗതി ഷെയർ ചെയ്തിരിക്കുകയാണ്. അതിന് താഴെ ജയറാമിന്റെ ചണ്ടോട്ടിനെ കുറിച്ച് ഹരീഷ് നമ്പൂതിരിയുടെ ഒരു കമന്റാണ് താഴെ കൊടുത്തിട്ടുള്ളത്. ജയറാം കുന്നിലും കലാമൃതം ലക്ഷ്യമായ ജയറാമും കലാമൃതം ലക്ഷ്യം ഒരുമിച്ച് കൂട്ടുകാരെ കുറിച്ചുള്ള ഒരു കമന്റാണ് താഴെ കൊടുത്തിട്ടുള്ളത്. അല്ലെങ്കിൽ അത്തരത്തിലുള്ള പോസ്റ്റാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ഇത്തരത്തില് ബസ് എന്ന് പറയുന്ന സംഗതിയിൽ താഴെ കമന്റുകളൊക്കെ ചെയ്യാവുന്ന രീതിയിൽ അങ്ങനെ ഒരു കൂട്ടായ്മ ബസ് എന്ന് പറയുന്ന ഈ സംഗതിയിൽ തന്നെ ഇമെയിലിൽ തന്നെ സാധ്യമാണ്, അല്ലെങ്കിൽ ഇമെയിലിന്റെ പേരിൽ തന്നെ സാധ്യമാണെന്നുള്ളതാണ് സൂചിപ്പിക്കാൻ ഉദ്ദേശിച്ചത്. പിന്നെ അടുത്തായിട്ട് കഥകളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനമായിട്ട് പറയാനുള്ള കഥകളി ബ്ലോഗുകളെ കുറിച്ചാണ്. അടുത്തത് ബ്ലോഗുകളാണ് ഇന്റർനെറ്റിലുണ്ടായ പ്രധാനപ്പെട്ട മറ്റൊരു വികാസം. ഈ സോഷ്യൽ നെറ്റ്വർക്കിംഗ് എന്നുള്ള സംഗതി വളരെ വ്യാപകമായി തുടങ്ങുന്നത്, മലയാളികളെ സംബന്ധിച്ച് വളരെ വ്യാപകമായി തുടങ്ങുന്നത് ബ്ലോഗുകളിലൂടെയാണ്. ഇന്ന് കെവിനെ ഇവിടെ കണ്ടപ്പോൾ വളരെ സന്തോഷമുണ്ട്. നേരത്തെ മലയാളത്തിലുള്ള ഫോണ്ട് ആദ്യമായിട്ട് ഈ അഞ്ജലി വർദ്ധി എന്ന് പറഞ്ഞാൽ എല്ലാവരും ഉപയോഗിക്കാനുള്ള ഫോണ്ട് ഇവിടെ നിർമ്മിച്ച കെവിനെ ഇവിടെ എത്തിയിട്ടുണ്ട്. കെവിൻ ഉണ്ടോ? കെവിൻ അവിടെ എത്തിയിട്ടുണ്ട്. അതൊക്കെ വളരെ സന്തോഷം തരുന്ന ഒരു കാര്യമാണ്.
മലയാളത്തിൽ നമുക്ക് ഇന്റർനെറ്റ് മലയാളം ടൈപ്പിംഗ് സാധ്യമാക്കുന്ന ഇവരെപ്പോലുള്ള കുറച്ച് പേരുടെ പ്രവർത്തനത്തിലൂടെയാണ്, സാങ്കേതികമായ പ്രവർത്തനത്തിലൂടെയാണ്. നമ്മൾ തീർച്ചയായിട്ടും സ്മരിക്കാതിരിക്കാൻ പറ്റില്ലാത്തതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ ലേഖനങ്ങൾ, കവിതകൾ, കഥകൾ എന്നിങ്ങനെ ലിഖിത രൂപത്തിലുള്ള എന്ത് ബ്ലോഗുകൾ പ്രസിദ്ധീകരിക്കാനാവുന്നു. കൂടാതെ ചിത്രങ്ങൾ പോസ്റ്റ് ചെയ്യുന്നതിനുള്ള സൗകര്യവുമുണ്ട്. ഇന്റർനെറ്റിന്റെ മറ്റിടങ്ങളിൽ ലഭ്യമായ അനുബന്ധ കാര്യങ്ങളിലേക്ക് ഹൈപ്പർ ലിങ്കുകൾ നൽകുവാനും കഴിയുന്നു. എതിരൻ കതിരവൻ എന്ന് പറഞ്ഞുള്ള പേരിൽ എഴുതുന്ന അദ്ദേഹത്തിന്റെ യഥാർത്ഥമുള്ള പേരെന്ന് അദ്ദേഹത്തിന് പുറത്തുവിട്ടില്ല. അതുകൊണ്ട് നമുക്കും തൽക്കാലം പറയേണ്ട കാര്യമില്ല. എതിരൻ കതിരവൻ എന്നുള്ള പേരിൽ അദ്ദേഹം വിപ്ലവമാരുടെ രചനയെ കുറിച്ച് എഴുതിയ വളരെ ഗംഭീരമായ ലേഖനമായിരുന്നു. ആ ലേഖനത്തിന്റെ ബ്ലോഗിലെ അതിന്റെ പോസ്റ്റാണ് ഈ കാണുന്നത്. അപ്പൊ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വെച്ചാൽ കഥകളിൽ മാത്രമല്ല മറ്റു പല സംഘടനകളും ബ്ലോഗ് ഉപയോഗിക്കാറുണ്ട്. അച്ചടി രംഗത്തെ പ്രസാധകരെ ആശ്രയിക്കേണ്ടതില്ലാത്തതിനാൽ എഴുത്തുകാർ തന്നെ ഇത് പ്രസാധകരാകുന്നു. അതുപോലെ തന്നെ എഴുതുന്നതും ടൈപ്പ് ചെയ്യുന്നതും ലേഖനം നിർവഹിക്കുന്നതും എല്ലാം എഴുത്തുകാരോ അല്ലെങ്കിൽ അവരെ ഏർപ്പെടുത്തുന്ന സഹായികളോ മാത്രമാണ്. അല്ലാതെ നമ്മൾ വേറെ പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു പ്രസാധനം എന്നതിന്റെ പ്രസാദത്തിന്റെ മറ്റു ആവശ്യമില്ലാതെ വരുന്നർത്ഥം. അതുപോലെ ബ്ലോഗിൽ വരുന്ന പോസ്റ്റുകളെ പറ്റി അറിയാൻ പലതരം അഗ്രിഗേറ്ററുകളുമുണ്ട്. പുതുതായിട്ട് പലതരത്തിലുള്ള ധാരാളം ബ്ലോഗുകളുണ്ട്. ആ ബ്ലോഗുകളിൽ ഏതൊക്കെ തരത്തിലാണ് നമുക്ക് താല്പര്യമുള്ള സംഗതികൾ വന്നിട്ടുണ്ട്, ഏതൊക്കെ ബ്ലോഗുകളിലാണ് നമുക്ക് താല്പര്യമുള്ള സംഗതികൾ വന്നിട്ടുണ്ടെന്ന് അറിയാനായിട്ട് ഏതെങ്കിലും ഒരു അഗ്രിഗേറ്ററിനെ, ചിന്തയുടെ മറ്റൊക്കെ അഗ്രിഗേറ്ററിനെ ആശ്രയിച്ച് കഴിഞ്ഞാൽ നമുക്ക് അദ്ദേഹത്തിന് എളുപ്പത്തിൽ കണ്ടെത്താൻ പറ്റുന്നത്. അതിലുള്ള അഗ്രിഗേറ്ററുകളുണ്ട്. അങ്ങനെ ഒരു ബ്ലോഗിൽ ഒരു പോസ്റ്റ് വന്നു എന്നുള്ളത് മറ്റ് ബ്ലോഗർമാർ അറിഞ്ഞു കഴിഞ്ഞാൽ, ബ്ലോഗ് ചെയ്യുന്ന മറ്റുള്ളവർ അറിഞ്ഞു കഴിഞ്ഞാൽ ആ മേഖലയിൽ താല്പര്യമുള്ള മറ്റ് ബ്ലോഗർമാർ അത് വായിക്കുകയും അവരുടെ അഭിപ്രായം കമന്റായി എഴുതുകയും ചെയ്യും. അടുത്ത ഇത്തരത്തിൽ ഈ എതിർക്കാൻ പോസ്റ്റ് ചെയ്ത ആ ബ്ലോഗ് പോസ്റ്റിനെ കുറിച്ച് ഉള്ള മറ്റുള്ളവരുടെ അഭിപ്രായമാണ് ഈ ഇതിൽ വന്നിട്ടുള്ളത്. ആ ലിപിയിൽ കമന്റെന്നുള്ള സ്ഥലത്ത് നമുക്കത് മലയാളത്തിൽ തന്നെ ടൈപ്പ് ചെയ്യാം. നേരത്തെ പറഞ്ഞ മലയാള സോഫ്റ്റ്വെയർ മലയാളത്തിൽ ടൈപ്പ് ചെയ്യാം. ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ചൂസ് ആൻഡ് ഐഡന്റിറ്റി എന്നുള്ളത് നമുക്ക് ഗൂഗിളിന്റെ അക്കൗണ്ട് ഉണ്ടെങ്കിൽ, ജിമെയിലിന്റെ അക്കൗണ്ട് ഉണ്ടെങ്കിൽ നമുക്ക് അതിൽ തന്നെ ആ അക്കൗണ്ട് തന്നെ അവിടെ കൊടുത്താൽ മതി. അല്ലെങ്കിൽ ബ്ലോഗറിന്റെ ഏതെങ്കിലും ഇന്നിപ്പോ മറ്റേ ഗൂഗിൾ അക്കൗണ്ട് തന്നെ മതി. ഗൂഗിൾ അക്കൗണ്ട് തന്നെ മതി. അല്ലെങ്കിൽ നമുക്ക് അനോണിമസ് എന്ന് പറയുന്ന ഓപ്ഷൻ വരെ സ്വീകരിക്കാവുന്നതാണ്. നമ്മൾ ആരാണെന്ന് അറിയിക്കാതെ തന്നെ നമുക്ക് ഈ ബ്ലോഗ് പോസ്റ്റിന് കമന്റ് ചെയ്യുകയൊക്കെ ചെയ്യാവുന്ന ഒരു ഇതുണ്ട്. ഇതിലെ പേരുകൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. എതിരൻ കതിരവൻ, മൂർത്തി ഒക്കെ പറഞ്ഞിട്ട് പൂർണ്ണമായ ഐഡന്റിറ്റി വ്യക്തമാക്കാത്ത തരത്തിലാണ് പലരുടെയും ബ്ലോഗ് പോസ്റ്റുകൾ. അതായത് ഇത്തരത്തിലുള്ള ചർച്ചകൾ ധാരാളമായിട്ട് ഈ ഒരു പോസ്റ്റുകൾക്ക് 20 കമന്റുകളെ വന്നു. ചില പോസ്റ്റുകളൊക്കെ 100 കണക്കിന് 1000 കണക്കിന് കമന്റുകളൊക്കെ വരാറുണ്ട്. കഥകളി ബ്ലോഗുകളെ സംബന്ധിച്ച് 100 കണക്കിന് കമന്റുകൾ വരുന്ന പോസ്റ്റുകൾ ധാരാളമായിട്ട് നേരത്തെ വന്നുകൊണ്ടിരുന്നതാണ്. അപ്പൊ ഇത്തരത്തില് കഥകളെ കുറിച്ചുള്ള മറ്റ് വായനക്കാർക്ക് ഉടനടി ചർച്ച ചെയ്യാവുന്നതാണ്. വായിച്ചു കഴിഞ്ഞാൽ തൊട്ടതിനാലും തന്നെ കമന്റ് ഇടാം. അതിനകത്ത് എഴുത്തുകാർക്കും പ്രതികരിക്കാം, മറ്റുള്ളവർക്കും പ്രതികരിക്കാം. അത്തരത്തിലുള്ള ഒരു സംവാദത്തിലുള്ള സ്ഥലം കൂടിയായിട്ട് ഈ കഥകളി ബ്ലോഗുകൾ മാറുന്നുണ്ട്. കഥകളി ബ്ലോഗുകൾ മാത്രമല്ല ഏത് ബ്ലോഗിന്റെയും ഒരവസ്ഥ അത് തന്നെയാണ്. അങ്ങനെ ബ്ലോഗർമാരുടെ കൂട്ടായ്മയായിട്ട് പ്രവർത്തിക്കുകയാണ്. മലയാളം ബ്ലോഗുകൾക്കാർക്ക് ഏറെ മുന്നോട്ട് പോയിട്ടുണ്ട്. മലയാളത്തിൽ എഴുതുന്ന ബ്ലോഗുകളെ ചേർത്തിട്ട് തനി മലയാളം ബ്ലോഗുകളുടെ കൂട്ടായ്മ ഉണ്ടാക്കിയത് വളരെ അധികം ശ്രദ്ധേയമായിട്ടുണ്ട്. തനി മലയാളം ബ്ലോഗ് എന്ന് പറഞ്ഞിട്ടൊരു വലിയ കൂട്ടായ്മ ഉണ്ടായിട്ടുണ്ട്. തനി മലയാളത്തിൽ മാത്രം എഴുതുന്ന ബ്ലോഗുകൾ ചേർത്തിട്ട് അങ്ങനെ അവരുടെ കൂട്ടായ്മയുടെ ഏതെങ്കിലും ബ്ലോഗ് പോസ്റ്റുകൾ ഇത്തരത്തിൽ അവഗണിക്കപ്പെടാതെ എല്ലാവരും വായിക്കുന്ന അവസ്ഥ വന്നു ചേർത്തിട്ടുണ്ട്. കഥകളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ യാഹൂവിന്റെയോ അല്ലെങ്കിൽ ഗൂഗിളിന്റെയും മറ്റൊക്കെ ഗ്രൂപ്പുകൾ നേരത്തെ ഇമെയിൽ മാത്രമല്ല അവരെ പ്രൊവൈഡ് ചെയ്യുന്ന മറ്റു ചില സൗകര്യങ്ങൾ. ഇപ്പൊ യാഹൂവിലാണെങ്കിൽ അവരുടെ യൂസർ നെയിം പാസ്വേഡ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് യാഹൂവിന്റെ ഗ്രൂപ്പിൽ മെമ്പറാകും. നമുക്ക് ചില ഗ്രൂപ്പുകൾ നിർമ്മിച്ചെടുക്കാൻ പറ്റും. അത്തരത്തിലെ കഥകളെ കുറിച്ചുണ്ടായ ആദ്യത്തെ ഒരു ചർച്ചാ വേദി എന്ന് പറയുന്നത് ഏറ്റുമാനൂർ കണ്ണൻ 2004 രൂപപ്പെടുത്തിയ യാഹൂ ഗ്രൂപ്പാണ്. യാഹൂ കഥകളി ഗ്രൂപ്പാണ്. ആ യാഹൂ കഥകളി ഗ്രൂപ്പിൽ അക്കാലത്തൊക്കെ അവിടെ കഥകളെ കുറിച്ചുള്ള വ്യാപകമായുള്ള ചർച്ചകൾ നടന്നിരുന്നതാണ്. അതിനുശേഷം ഞാൻ പറഞ്ഞത് ഈ യാഹൂവിന്റെയും അതുപോലെ ഗൂഗിളിന്റെയും ഗ്രൂപ്പുകളുണ്ട്. അതിനൊക്കെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അപ്പൊ അതായത് യാഹൂവിന്റെ കഥകളി ഗ്രൂപ്പിൽ ഉണ്ടാകുന്ന ചർച്ചകൾ വളരെ കാര്യമായിട്ട് അതായത് ഏറ്റുമാനൂരാണത് ആ ഗ്രൂപ്പ് നിർമ്മിച്ചത് എന്നുള്ള കാര്യം സൂചിപ്പിക്കുക. അതിനെ തുടർന്ന് കഥകളെ കുറിച്ച് ചർച്ച ചെയ്യുന്ന വിവിധ ബ്ലോഗുകൾ ഉണ്ടായി. എനിക്ക് തോന്നുന്നു ഹരീഷ് നമ്പൂതിരിയുടെ കളിയരങ്ങ് എന്ന് പറയുന്ന ബ്ലോഗാണ് അതിലെ ആദ്യത്തെ ബ്ലോഗ്, കഥകളെ സംബന്ധിച്ച ബ്ലോഗുകൾ അല്ലേ. ഹരീഷിന്റെ കളിയരങ്ങ് എന്ന് പറയുന്ന ബ്ലോഗാണ്. അതിനെ തുടർന്ന് ഞാൻ എതിരെതിരെ ബ്ലോഗ്, വികടശിരോമണി എന്ന പേരിൽ എഴുതുന്ന ശ്രീചിത്രന്റെ ബ്ലോഗ്, മണി വാർത്തക്കോടത്തിന്റെ ബ്ലോഗ്, ഡോക്ടർ ടി.എസ്. മാധവൻകുട്ടി, നിഖിൽ കപ്ലിങ്ങാട്, ശ്രീകാന്ത് അവണാവ്, അംബുജാക്ഷൻ നായർ എന്നിങ്ങനെയുള്ള ആൾക്കാർ കഥകളിയെ സംബന്ധിച്ചുള്ള വിഷയങ്ങൾ ബ്ലോഗുകളായിട്ട് അവരവരുടെ ബ്ലോഗുകളിൽ കഥകളിയെ സംബന്ധിച്ചുള്ള
പോസ്റ്റുകൾ ധാരാളമായിട്ട് ഇടുന്നുണ്ടായിരുന്നു. വളരെ ഒരു വർഷം മുമ്പ് വരെ വളരെ ആക്റ്റീവായിട്ട് വളരെ ഊർജ്ജസ്വലമായിട്ട് നടന്നിരുന്ന ഒരു സംഘം, പ്രത്യേകിച്ച് ഡോക്ടർ ടി എസ് മാധവൻകുട്ടിയും ശ്രീചിത്രനും ഒക്കെ ഉണ്ടായിരുന്ന ഒരു അല്ലെങ്കിൽ വളരെ ആക്റ്റീവായിട്ട് പങ്കെടുക്കുന്ന ഒരു സമയം എന്ന് പറയുന്നത് കഥകളി ബ്ലോഗുകളുടെ ഒരു സുവർണ്ണ കാലമായിട്ടാണ് എനിക്ക് അനുഭവപ്പെടുന്നത്. ഇപ്പൊ അത്രത്തോളം ആക്റ്റീവ് എന്താണെന്ന് തോന്നുന്നു. ഹരീഷിന് ഇപ്പോഴും മറ്റേ കഥകളി അവതരണങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഹരീഷിനെ ഒരു ബ്ലോഗുകൾ ഇപ്പോഴും വരുന്നില്ല എന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ കഥകളിയെ കുറിച്ചുള്ള ചർച്ചകൾ, കഥകളിയെ കുറിച്ചുള്ള അടിസ്ഥാന സംഗതികളെക്കുറിച്ചുള്ള ചർച്ചകളും ഒക്കെ ധാരാളമായിട്ട് ഈ പറഞ്ഞ ഡോക്ടർ ടി എസ് മാധവൻകുട്ടിയുടെയും ഈ ശ്രീചിത്രന്റെയും മറ്റൊരു ബ്ലോഗുകളിൽ ആദ്യം അത്തരത്തിലുള്ള ചർച്ചകൾക്ക് കൂടി വലിയൊരു പ്രാധാന്യം ഉണ്ടായിരുന്നു. ഇപ്പൊ അത്തരത്തിലുള്ള ചർച്ചകൾക്ക് അത് ഏകദേശം അതിൽ നിന്ന് ബ്ലോഗുകളിൽ നിന്ന് അപ്രത്യക്ഷമാകുന്ന ഒരവസ്ഥ വന്നു ചേർന്നിട്ടുണ്ട്. അപ്പൊ എഴുതുന്നയാൾക്ക് തന്റെ പേര്, വംശം, ദേശം, ലിംഗം എന്നിങ്ങനെയുള്ള സ്വത്വചിഹ്നങ്ങൾ മറച്ചു വെച്ചുകൊണ്ട് എഴുതാനാവുന്നു എന്നത് ഒരേ സമയം ഒരു സാധ്യതയും പരിമിതിയുമാണ്. കഥകളിയെ കുറിച്ചുള്ള ബ്ലോഗ് ചർച്ചകളിൽ ഈ രണ്ടവസ്ഥകളിൽ കാണാം. ഒരാൾക്കാണെങ്കിൽ സ്വന്തമായിട്ടുള്ള പേരിലല്ല, നമ്മളിപ്പോൾ വേറൊരാളെ വേദനിപ്പിക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് അയാളെ കുറിച്ച് എന്തെങ്കിലും കമന്റ് ഇടുന്ന സമയത്ത്, അല്ലെങ്കിൽ അയാളെ കുറിച്ച് ഒരു പോസ്റ്റ് ഇടുന്ന സമയത്ത്, ഒരു കലാകാരനെ കുറിച്ച് ഒരു പോസ്റ്റ് ഇടുന്ന സമയത്ത് ആ കലാകാരന് ഏതെങ്കിലും തരത്തിലുള്ള വേദന ഉണ്ടാവാതിരിക്കാനായിട്ട് അല്ലെങ്കിൽ വ്യക്തിപരമായ വിമർശനങ്ങളിലേക്ക് മാറാതിരിക്കാനായിട്ട്, അതോടൊപ്പം തന്നെ തന്റെ ഐഡന്റിറ്റി ഏതാണെന്ന് വ്യക്തമാകാതിരിക്കാൻ, ഇങ്ങനെ രണ്ട് കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടാണെങ്കിൽ മറ്റൊരു പേര് സ്വീകരിച്ചുകൊണ്ട് ബ്ലോഗ് ചെയ്യാവുന്നതാണ്. നേരത്തെ പറഞ്ഞാൽ ഈ എതിരൻ കതിരവന്റെ ബ്ലോഗ്, അതേപോലെ തന്നെ വികട ശിവമണിയുടെ ബ്ലോഗ്, ഇവർ രണ്ടുപേരും അവരുടെ ഐഡന്റിറ്റി ചിത്രം പിന്നീടാണ് ശ്രീചിത്രം എന്ന് പറയുന്നത്. ഇപ്പൊ ഞങ്ങളൊക്കെ ആദ്യം വളരെ അടുത്ത് പരിചയമുള്ള ആൾക്കാരാണെങ്കിൽ ഇത് ശ്രീചിത്രം എന്ന് പറയുന്ന ആളാണെന്ന് അറിയാതെയാണ് വികട ശിവമണിയുടെ പോസ്റ്റുകൾ വായിക്കുകയും അതിൽ ചർച്ചയിൽ ഏർപ്പെടുകയൊക്കെ ചെയ്തിരുന്നത്. അതൊരു തമാശയാണ്. കുറെ കാലത്തേക്ക് ഇത് ആരാണെന്ന് അറിയില്ല, ശ്രീചിത്രനാണെന്നുള്ള സംഗതി നമുക്കറിയില്ല, വികട ശിവമണി എന്നുള്ള പേര് മാത്രമേ നമുക്കറിയുള്ളൂ. വികട ശിവമണി പറയുന്ന കാര്യങ്ങൾക്ക് പക്ഷേ ചില ഈ പ്രദേശങ്ങളുടെ ബന്ധം നമുക്ക് തീർച്ചയായിട്ടും മനസ്സിലാകും. അങ്ങനെ അത് പലർക്കും സംശയം ഉണ്ടായിരുന്നത് രാജാചേട്ടനാണോ, അങ്ങനെ പല സംശയങ്ങളൊക്കെ ചില സമയത്ത് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതൊക്കെ എന്താണ് ശ്രീചിത്രന്റെ ആ ഒരു വളരെ ചർച്ച ചെയ്യപ്പെട്ട ഒരു സംഗതിയാണ് ഞാൻ പറഞ്ഞത്. അത് ആ സാധ്യത സ്വന്തം പേര് പറഞ്ഞു വയ്ക്കുന്ന ആ ഒരു സാധ്യത കൗതുകരമായിട്ട് അതേസമയം സഫലമായിട്ട് ഉപയോഗിച്ചൊരു ഒരു ബ്ലോഗാണ് ശ്രീചിത്രന്റെ ബ്ലോഗുകൾ. വികട ശിവമണി എന്നുള്ള പേര് എഴുതിയ ആ ബ്ലോഗുകൾ. എതിരന്റെ ബ്ലോഗ് പോസ്റ്റുകൾ നേരത്തെ കണ്ടതാണ് അതിന്റെ ബ്ലോഗ്. എന്നാൽ ഇതേ സാധ്യതകൾ ഉപയോഗിച്ചുകൊണ്ട് ഇതിന്റെ ഒരു മറുവശമാണ് ഒരു കഥകളി ചർച്ചകൾ നിലച്ചു പോകാൻ ഒരു കാരണമായത്. ഇതേ സാധ്യതകൾ ഉപയോഗിച്ച് ചർച്ചകളെ ഹൈജാക്ക് ചെയ്യാനും വ്യക്തിഹത്യ നടത്താനും അപ്രസക്ത വിഷയങ്ങൾ ഉന്നയിച്ച് ചർച്ചകളെ അലങ്കോലപ്പെടുത്താൻ കഴിയുന്നതാണ് ഇതിന്റെ മറുവശം. ഏതെങ്കിലും ഒരു ബ്ലോഗിൽ ഒരു പോസ്റ്റ് വന്നു കഴിഞ്ഞാൽ തൊട്ട് പിന്നാലെ അതിനെ കളിയാക്കിക്കൊണ്ട് വെറുതെ നിസ്സാരമായിട്ട് അതിലെ സംഗതികളെ മുഴുവൻ നിസ്സാരവൽക്കരിച്ചുകൊണ്ട് നേരത്തെ അശ്ലീലം തന്നെ പറഞ്ഞുകൊണ്ടൊക്കെ തരത്തിലുള്ള പോസ്റ്റ് കമന്റുകൾ വരാൻ തുടങ്ങിയ ഒരു അവസ്ഥയിലാണ് ഈ ശ്രീചിത്രന്റെയും ഡോക്ടർ ടി എസ് മാധവൻകുട്ടിയുടെയും എന്റെയും ഒക്കെ ബ്ലോഗിങ്, കഥകളെ കുറിച്ചുള്ള ബ്ലോഗിങ് ഏകദേശം മന്ദഗതിയിലായി തീർന്നെന്ന് പറയാതിരിക്കാൻ നിർത്തിയില്ല. അപ്പൊ ഇത്തരത്തിലുള്ള ഈ നെഗറ്റീവായിട്ടുള്ള ചില സംഗതികളും ഈ പേര് മറച്ചു വെക്കുന്നുണ്ടെന്ന് ഒരാൾക്ക് താനാരാണെന്ന് മറച്ചുകൊണ്ട് പല വേഷത്തിൽ പ്രത്യക്ഷപ്പെടാനാവുന്നു. അത്തരത്തിലുള്ള ചർച്ചകളാണ് ആരോഗ്യകരമായിരുന്ന കഥകളി ബ്ലോഗ് ചർച്ചകളെ ദുർബലമാക്കിയതെന്ന് ഖേദപൂർവ്വം പറയേണ്ടിയിരിക്കുന്നു. മറ്റൊരു കാര്യം തീർച്ചയായിട്ടും നേരത്തെ സൂചിപ്പിച്ചതാണ്, കേരളത്തിലെ ക്ലാസിക്കൽ കലകളിൽ കഥകളിയെ കുറിച്ച് മാത്രമാണ് വിപുലമായ ചർച്ചകൾ നടക്കുന്നത്. കൂടിയാട്ടം, കൃഷ്ണനാട്ടം, മോഹിനിയാട്ടം, തുള്ളൽ, മേളകലകൾ, തായമ്പക, പഞ്ചവാദ്യം, സോപാന സംഗീതം, പലതരം അനുഷ്ഠാന കലകൾ, മറ്റു ധാരാളം നാടോടി കലകൾ എന്നിവയെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന ബ്ലോഗുകൾ ഇല്ലെന്ന് തന്നെ പറയാം. അതാണ് എൻ്റെ ഞെട്ടിക്കുന്ന ഒരു വസ്തുത. കഥകളെ കുറിച്ച് മാത്രമാണ് എന്തെങ്കിലും നടക്കുന്നത്. ഇക്കാര്യത്തിൽ താല്പര്യമുള്ള ആസ്വാദകരും കലാകാരന്മാരും ഈ രംഗത്തേക്ക് വരേണ്ടത് സാംസ്കാരികമായ ഒരു അനിവാര്യതയാണ്. നേരത്തെ പറഞ്ഞ മലയാള ബ്ലോഗുകളുടെ കാര്യത്തിൽ ഈ മലയാളം ടൈപ്പ് ചെയ്യാൻ മാത്രം അറിഞ്ഞാൽ മതി. ഈ പറഞ്ഞ നിസ്സാരമായ ഒരു കാര്യം അറിയുന്നതിലൂടെ ഈ ഇന്റർനെറ്റിൽ വളരെ വലിയ സംഭാവനകൾ ചെയ്യാനായിട്ട് മറ്റ് കലാകാരന്മാർക്കും കലാസ്വാദകർക്കും സാധിക്കുന്നതാണ്. അവർ തീർച്ചയായിട്ടും ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയോടെ ചെയ്യും. ഇപ്പൊ ഇന്റർനെറ്റിന്റെ അനുഭവത്തിന് അതിൻ്റെയുള്ള സവിശേഷതകളുണ്ട്. നമ്മളിപ്പോ ഒരു പുസ്തകം വായിക്കുന്ന അനുഭവത്തിൽ നിന്നോ അല്ലെങ്കിൽ ഒരു കലാപ്രകടനം ആസ്വദിക്കുന്ന അനുഭവത്തിൽ നിന്നോ വ്യത്യസ്തമാണത്. ഉദാഹരണത്തിന് ഇന്റർനെറ്റ് സ്വതന്ത്ര വിജ്ഞാന കോശമായ വിക്കിപീഡിയയുടെ ഒരു പേജ് നോക്കുക. നേരത്തെ നമ്മൾ ആ സെർച്ച് റിസൾട്ട് കണ്ടതാണ് വിക്കിപീഡിയയുടെ ഒരു പേജ്. അപ്പൊ ആ വിക്കിപീഡിയയുടെ ഒരു പേജിലേക്ക് പോയി കഴിഞ്ഞാൽ അതിൽ ഏത് വിഷയത്തെ കുറിച്ച് നമ്മൾ അന്വേഷിച്ചാൽ ആദ്യം ലഭ്യമാകുന്ന പേജുകളിൽ ഒന്നാണ് ഈ സ്വതന്ത്ര വിജ്ഞാന കോശത്തിന്റെ. എന്നിട്ട് ജനങ്ങൾ തന്നെയാണ് ഇത് എഡിറ്റ് ചെയ്തത്. എനിക്ക് നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിൽ ഈ പേജുകൾ എഡിറ്റ് ചെയ്യാം. PSLE കുറിച്ച് അറിയാവുന്ന ആർക്കും ഈ പേജുകളിൽ പ്രസക്തമായ കാര്യങ്ങൾ കൃത്യമായിട്ടുള്ള റഫറൻസോട് കൂടി നമുക്ക് ഏത് സംഗതി അത് കൂട്ടിച്ചേർക്കാം, ഏത് സംഗതി ഒഴിവാക്കണമെങ്കിൽ അത് റിക്വസ്റ്റ് ചെയ്യാം. കഥകളെ കുറിച്ചാണെങ്കിൽ അത് സാധ്യമാണ്. ഞാൻ ഈ വിക്കിപീഡിയയുടെ ഒരു പേജ് ഉദാഹരണമായിട്ട് പറഞ്ഞു നോക്കുന്നത് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇതിലെ വായനയുടെ ഒരു പ്രത്യേകത ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. നമ്മൾ PSLE കുറിച്ച് വായിച്ചു തുടങ്ങുമ്പോഴേക്കും അദ്ദേഹത്തിന്റെ മുഴുവൻ പേരുണ്ട്, അതായത് അദ്ദേഹം ജനിച്ച തീയതിയുണ്ട്. ഇതിനുശേഷം നമ്മൾ 1-2 വാരങ്ങൾ വായിച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത ഒരു ഇതിലേക്ക് നീലനിറത്തിലാണ്
നീല നിറത്തിൽ അടയാളപ്പെടുത്തിയിട്ടുള്ള ആ സ്ഥലത്തേക്ക് ഇല്ല. ലവ് ഓഫ് ആൽഫ്രഡ് റൂഫോക്ക് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ കവിതയെക്കുറിച്ചുള്ള അതാണ് ആ നീല നിറത്തിൽ സൂചിപ്പിക്കുന്നത്. അപ്പൊ ആ കവിതയെക്കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്തു? തൊട്ട് പിന്നാലെ ആ നീല നിറത്തിൽ അതൊരു ലിങ്കാണ്, മറ്റൊരു പേജിലേക്കുള്ള ലിങ്കാണ്. നമ്മൾ അതിൽ ക്ലിക്ക് ചെയ്യുന്നു, വേറൊരു പേജിലേക്ക് എത്തുന്നു. അവിടെ ഈ പറഞ്ഞ കവിതയെക്കുറിച്ചുള്ള വിശദവിവരങ്ങളാണ്. ആ കവിതയുടെ പേജിൽ അതുമായിട്ട് പ്രസക്തമായ മറ്റു വിഷയങ്ങളെക്കുറിച്ചുള്ള കുറെ ലിങ്കുകളാണ്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ അതിലേതെങ്കിലും ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ മറ്റേതെങ്കിലും പേജിലേക്ക് ചെയ്ത് ഇങ്ങനെ ഇതിൽ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വേണമെങ്കിൽ ഇവിടെ വെച്ച് വായന അവസാനിപ്പിച്ച് നമ്മൾ കവിതയുടെ ആ ഒരു ലിങ്കിലേക്ക് പോകാം. ചിലപ്പോൾ ആ ഒരു ലിങ്കിലേക്ക് പോകുന്നതിന് പകരം ഇവിടെ തന്നെ വായന തുടരാം. തുടർന്നു കഴിഞ്ഞാൽ വീണ്ടും ഉണ്ട് ധാരാളം ലിങ്കുകൾ, വീണ്ടും ധാരാളം ലിങ്കുകളുണ്ട്. ഈ ലിങ്കുകളിൽ കൂടി നമ്മുടെ വായന ചെറിയ വേറൊരു സ്ഥലത്തേക്ക്, അല്ലെങ്കിൽ TS എലിയറ്റിനെ കുറിച്ച് എന്താണ് വായിച്ചു തുടങ്ങുന്ന നമ്മൾ കലാമത്തിന്റെ രാമകുമാരാശാനോ കലാമത്തിന്റെ ഗോപിയിലോ ആയിരിക്കും ചിലപ്പോൾ എത്തിച്ചെന്ന് നിൽക്കുന്നത്. ചിലപ്പോൾ വായന, ചിലപ്പോൾ TS എലിയറ്റിൽ തന്നെ തുടർന്നൊന്നും വരും. ഞാൻ പറഞ്ഞത് ഇത്തരത്തിൽ ഡൈവേർട്ട് പോകാവുന്നതും അല്ലെങ്കിൽ കണ്ടു ചേർന്ന് ശൃംഖലാബന്ധത്തിലൂടെ വികസിക്കുന്ന മറ്റൊരു തരത്തിലുള്ള വായനയാണ് ഇന്റർനെറ്റിൽ കൂടുതലായിട്ട് സംഭവിക്കുന്നത്. അത് നേരത്തെ ഒരു പുസ്തകം വായിക്കുന്ന അനുഭവത്തിൽ നിന്ന്, ആദ്യം മുതൽ അവസാനം വരെ ഒരു പുസ്തകം വായിക്കുന്ന അനുഭവത്തിൽ നിന്ന് വിഭിന്നമാണ് ഇന്റർനെറ്റിലെ ഒരു വായന. ഇതിനെടുത്ത് പറഞ്ഞാൽ സമഗ്രതയ്ക്ക് പകരം ഈ ശിഥിലീകരണത്തിനാണ് ഏകദേശം കൂടുതൽ പ്രാധാന്യം നമുക്ക്. അതിന്റെ ലിങ്കുകൾ നമുക്ക് അവഗണിക്കാനാവില്ല. ലിങ്കുകളിലേക്കായിട്ട് വായന എപ്പോഴും പോയിക്കൊണ്ടിരിക്കും. ഇത് നമ്മൾ ഹൈപ്പർ ടെക്സ്റ്റ് എന്നാണ് പറയുക. ഹൈപ്പർ ടെക്സ്റ്റിന്റെ ഒരു സ്വഭാവം അതാണ്, ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് ഇങ്ങനെ ഒഴുകി നീങ്ങിക്കൊണ്ടിരിക്കുന്ന വായന. പത്രത്തിലുള്ള വായനയിൽ സമഗ്രമായ ചിത്രമാകുപോലെ പലപ്പോഴും ശിഥിലീകരിക്കപ്പെട്ട ഒരു 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 വ്യവസ്ഥയാണ് നമുക്ക് ഇന്റർനെറ്റിൽ കാണുന്നത്. ഒരു ഒഴുകി നടക്കുന്ന ഒരു അവസ്ഥ. ഒരു സ്ഥലത്ത് തന്നെ ഒരു ചതുരത്തിൽ ഒതുങ്ങി നിൽക്കാതെ ഒഴുകി പോകുന്ന ഒരവസ്ഥയാണ് ഇന്റർനെറ്റിലെ വായനയിൽ പലപ്പോഴും സംഭവിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ കഥകളിലേക്ക് പോലെയുള്ള സംഗതികൾക്ക് ഇത്തരത്തിലുള്ള വെബ്സൈറ്റുകൾ തയ്യാറാക്കി ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളും ഇതിനകത്ത് തന്നെ ഉണ്ടാകുന്നു. മാത്രമല്ല ഇനിയുള്ള അടുത്ത പേരില്ല. അടുത്ത ഞാൻ അതിനെക്കുറിച്ച് മലയാളത്തിലുള്ള വിക്കിപീഡിയയുടെ ഒരു പേജാണ്. നേരത്തെ പറഞ്ഞ മലയാളത്തിൽ ലിങ്കുകൾ ഇങ്ങനെയൊക്കെയുള്ള സംഗതികൾ. പക്ഷെ ഇത് അത്ര വിശദമായിട്ടില്ല. നേരത്തെ പറഞ്ഞ മലയാള വിക്കിപീഡിയയുടെ പേജുകൾ വികസിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ധാരാളം മലയാളികൾ മലയാള ഭാഷയിലും മലയാള സാഹിത്യത്തിലും ഒക്കെ പ്രാവീണ്യമുള്ള ആൾക്കാർ കൂടുതലായിട്ട് ഇന്റർനെറ്റിലേക്ക് വരണം. അപ്പോൾ മലയാള ഭാഷാശാസ്ത്രത്തെ കുറിച്ച് മറ്റൊന്നും ഒരു പേജ് പോലും ഇല്ല. മലയാള വ്യാകരണത്തെ കുറിച്ച് ഭാഷാശാസ്ത്രത്തെ കുറിച്ചുള്ള പേജ് വളരെ പരിമിതമായ കാര്യങ്ങൾ മാത്രമേ ഉൾക്കൊള്ളുന്നുള്ളൂ. വ്യാകരണത്തെ കുറിച്ചൊക്കെയാണ് വലിയ എന്തെങ്കിലും സംഗതികൾ നമുക്ക് കിട്ടാത്തൊരവസ്ഥയാണ്. ഇതുപോലുള്ള സംഗതികളിൽ കൂടുതൽ ആൾക്കാർ ഇടപെട്ട് കഴിഞ്ഞാൽ മാത്രമേ ഇത്തരത്തിലുള്ള ഏത് മേഖലയിൽ ഏത് വിജ്ഞാന മേഖലയിലുള്ള വിവരങ്ങൾ കൂടുതലായിട്ട് വികസിക്കുള്ളൂ. അടുത്തത് ഇത് ഇന്റർനെറ്റ് ലഭ്യമായ മറ്റൊരു സൗകര്യത്തെ കുറിച്ച് മാത്രം പറയാനാണ്. ക്ലാസിക്കൽ കലയായിട്ട് വലിയ ബന്ധമില്ല. ആശയവിനിമയത്തിന് വേണ്ടി ചാറ്റിനെ ആശ്രയിക്കുക എന്ന് പറയാം. ചാറ്റ് ചെയ്യുക എന്ന് പറയുന്നത് യാഹൂ മെസ്സഞ്ചറിന്റെ ഒരു പേരാണിത്. ഇവിടെ നമുക്കിവിടെ ആരെയാണ് ഓൺലൈൻ അയാളെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അയാളുടെ പേരിലൂടെ വരും. നമുക്ക് അയാളുമായിട്ട് ഇങ്ങനെ സംസാരിക്കാം, ടെക്സ്റ്റിലൂടെ സംസാരിക്കാം. വേണമെങ്കിൽ മറ്റേ ഹെഡ്ഫോൺ ഉണ്ടെങ്കിൽ വോയിസ് ചാറ്റ് ചെയ്യാം. വെബ് ക്യാം ഉണ്ടെങ്കിൽ നമുക്ക് നേരിട്ട് കണ്ടുകൊണ്ട് തന്നെ സംസാരിക്കാം. അത്തരത്തിലുള്ള സംവേദനത്തിലുള്ള മറ്റൊരു സാധ്യതയെക്കുറിച്ച് സൂചിപ്പിച്ചെന്നുള്ള മാത്രമേ ഉള്ളൂ. പറഞ്ഞതിന് വിഷയം അപൂർണ്ണമാകുന്നത് മാത്രം ഇത് പറഞ്ഞെന്നുള്ളൂ. നിങ്ങൾ അടുത്ത പേരില്ല, അടുത്ത പേരില്ല ചാറ്റിനെ കുറിച്ച് പറയാൻ. ഇതേപോലെ ജിറ്റോക്കിന്റെ വേറൊരു പേരാണ്. ശ്രീചിത്രന്റെ ചാറ്റ് ബോക്സ് ആണ്. അവരുടെ സുഹൃത്തുക്കളായിട്ട് സംസാരിക്കുന്നവരെ സെലക്ട് ചെയ്യുക. ആ സെലക്ട് അയാളുമായിട്ട് വേറെ ടെക്സ്റ്റിലൂടെ ചാറ്റ് ചെയ്യാവുന്ന അവസ്ഥ അത് ജിറ്റോക്കിന് ലഭ്യമാണ്. ഇത് ജിറ്റോക്കിന്റെ വേറെ പ്രത്യേകത വെച്ചാൽ നമുക്ക് ഈ ഫയലുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുന്നതിന് സൗകര്യമുണ്ട്. ഓഡിയോ ഫയലാണെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ഫയലുകൾ നമുക്ക് കൈമാറുന്നതിന് കൂടി ജിറ്റോക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇതിന്റെ ഒരു അടുത്ത ഘട്ടമാണ്, ഇത്തരത്തിലുള്ള പലതരത്തിലുള്ള പ്രവർത്തനങ്ങളുടെ ഒരു അടുത്ത ഘട്ടമാണ് ഓൺലൈൻ കൂട്ടായ്മകൾ. നേരത്തെ പറഞ്ഞ ഒരു സംഗതി അത് അത്തരം സൈറ്റുകൾ കൂടുതൽ വികസിച്ച് വരുന്നത്. ഒരു സംഗതി കൂടി പറയാം. നമുക്കിപ്പോൾ ഇന്റർനെറ്റ് എടുത്ത് കഴിഞ്ഞാൽ ധാരാളം വീഡിയോ ദൃശ്യങ്ങൾ, കഥകളെ കുറിച്ചുള്ള വീഡിയോ ദൃശ്യങ്ങൾ മറ്റൊക്കെ നമുക്ക് ധാരാളം ലഭ്യമാണ്. ഇപ്പോഴും പല ആൾക്കാരും അതിലേക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട്. വളരെ ലളിതമായ പ്രക്രിയകൾ ചെയ്യാവുന്നതാണ്. സാധാരണക്കാരായിട്ട് ആർക്കും ഈ സംഗതികളൊക്കെ ചെയ്യാം എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രസക്തി. അടുത്തതില്ല ഇതിലിപ്പോൾ ഇത് വീഡിയോ ഫയൽ അപ്ലോഡ് ചെയ്യുന്ന പേജാണ്. നേരത്തെ പറഞ്ഞ യൂട്യൂബിലോ അല്ലെങ്കിൽ ജിമെയിലിലോ ഒരു അക്കൗണ്ട് ഉണ്ടെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് നമ്മൾ തയ്യാറാക്കിയ വീഡിയോ ഇതിനകത്തേക്ക് അപ്ലോഡ് ചെയ്യാവുന്നതാണ്. ഏതെങ്കിലും പരിപാടിയിൽ നമ്മൾ ശേഖരിച്ച റെക്കോർഡ് ചെയ്ത ആ വീഡിയോ നമുക്ക് ആർക്കും സാധാരണക്കാർക്ക് ആർക്കും വേണമെങ്കിൽ അപ്ലോഡ് ചെയ്യാവുന്ന ഒരു സൗകര്യം ഇതുണ്ട്. അത് നേരത്തെ പറഞ്ഞാൽ ഇത്തരത്തിലുള്ള സൗകര്യങ്ങൾ വികസിക്കുന്നതോടുകൂടി ധാരാളം നടന്ന പരിപാടികളുടെ കഥകളിയുടെ അല്ലെങ്കിൽ മറ്റേത് ക്ലാസിക്കൽ കലാരൂപത്തിന്റെയും അത്തരത്തിലുള്ള അവതരണങ്ങളുടെയും ഒക്കെ ധാരാളം ക്ലിപ്പുകൾ നമുക്ക്
ഇതിൽ ലഭ്യമാണ്. അടുത്തിടയ്ക്ക് ഏറ്റുമാനൂരിലാണ് 180ഓളം കലാകാരന്മാരുടെ വ്യത്യസ്തമായ പെർഫോമൻസിനെ കുറിച്ചുള്ള യൂട്യൂബ് വീഡിയോകളുടെ ലിങ്ക് എല്ലാവർക്കും അയച്ചിരുന്നു. അത് ശ്രദ്ധിച്ച് കാണുന്നതായിരിക്കും. അതുമായിട്ട് ബന്ധമുണ്ട്. ഇതിനുശേഷം നേരത്തെ പറഞ്ഞ ഓൺലൈൻ കൂട്ടായ്മകളുടെ ഒരു സംഗതിയാണ്. അതുകൂടി പറഞ്ഞാൽ അവസാനിപ്പിക്കുക, അധികം സമയമില്ലാതെ. നമ്മൾ പിന്നീട് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട, ഞാൻ നേരത്തെ പറഞ്ഞ 21ാം നൂറ്റാണ്ടിൽ വികസിച്ചു വന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രംഗം ഓൺലൈൻ കൂട്ടായ്മകളുടേതാണ്. സോഷ്യൽ നെറ്റ്വർക്കിംഗ് പ്രധാനമായിട്ട് ഉദ്ദേശിച്ചിട്ടുള്ള സൈറ്റുകളുടെ ഒരു വ്യാപ്തിയാണ് 21ാം നൂറ്റാണ്ടിൽ സംഭവിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വികാസം. ഇപ്പോൾ ഓർക്കുഡാണ് അതിനകത്ത് ആദ്യകാലത്ത് പ്രചാരം നേടിയിട്ടുണ്ട്. അത്തിപ്പറ്റ രവി എന്ന പ്രസിദ്ധനായ ഗായകന്റെ ഓർക്കുഡ് പ്രൊഫൈൽ പേജാണിത്. അദ്ദേഹത്തിനെ കുറിച്ച് എഴുതാനുള്ള കാര്യങ്ങൾ ശ്ലോകങ്ങളായിട്ട് താഴെ എഴുതിയിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും പരിചയമുള്ളതായിരിക്കും, ഇന്റർനെറ്റുമായിട്ട് പരിചയമുള്ള എല്ലാവർക്കും. ഇത് ധാരാളം സുഹൃത്തുക്കളെ, അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളെ അവിടെ കാണാം. 755 സുഹൃത്തുക്കളുണ്ട് അദ്ദേഹത്തിന് ഓർക്കുഡില്. അപ്പൊ അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളുടെ ഏതെങ്കിലും ഒരു സുഹൃത്തിനോട് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ ആ സുഹൃത്തിന്റെ പേരിന്റെ താഴെ ക്ലിക്ക് ചെയ്താൽ മതി. എന്നിട്ട് മെസ്സേജ് ആയിട്ട് നമുക്ക്, അല്ലെങ്കിൽ സ്ക്രാപ്പ് എന്ന് പറയും, സ്ക്രാപ്പായിട്ട് നമുക്കത് അയക്കാൻ പറ്റും. അങ്ങനെ തമ്മിലുള്ള സംവാദം സാധ്യമാണ്. ഇതിനകത്ത് തന്നെ ചാറ്റ് സാധ്യമാണ്. ഇങ്ങനെ സുഹൃത്തുക്കൾ ധാരാളമായിട്ട്, ഇങ്ങനെ ധാരാളം സുഹൃത്തുക്കൾ ഒരാൾക്ക് തന്നെ ഉണ്ടാകുന്നു. ഓരോരുത്തരും മറ്റൊരാളുടെ സുഹൃത്ത്, ഇങ്ങനെ ഈ സുഹൃത്തുക്കൾ ഇങ്ങനെ വികസിച്ച് വരുന്നതിൽ ഒരു വലിയ കൂട്ടായ്മ ഇന്റർനെറ്റിൽ ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഈ പറഞ്ഞ സോഷ്യൽ നെറ്റ്വർക്ക് സൈറ്റുകളുടെ പ്രധാനപ്പെട്ട പ്രത്യേകത. മാത്രമല്ല ഇതിനകത്ത് തന്നെ പ്രത്യേക വിഷയങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഗ്രൂപ്പുകളുമുണ്ട്. ഇപ്പൊ ഓർക്കുഡിൽ അവർ കഥകളിയെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് കഥകളി എന്ന പേര് കൊടുത്ത് നമുക്ക് ഓർക്കുഡ് ഗ്രൂപ്പ് ഉണ്ടാക്കാം. അതിനകത്ത് കഥകളിയുമായി താല്പര്യമുള്ള ഈ സുഹൃത്തുക്കളെ മുഴുവൻ അതിനകത്ത് പങ്കെടുപ്പിക്കാം. അങ്ങനെ എന്താണ്, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ക്ലാസിക്കൽ കല, ഏത് ക്ലാസിക്കൽ കലയാണെങ്കിലും അടിസ്ഥാനപ്പെടുത്തിയിട്ട് അത്തരത്തിലുള്ള ചർച്ചകൾ ധാരാളമായി സംഘടിപ്പിക്കാവുന്ന അതിനൊക്കെയുള്ള സാധ്യത ഈ ഓൺലൈൻ കൂട്ടായ്മകളിലൂടെയാണ് ഉണ്ടാകുന്നത്. ഇത് ഓർക്കുഡിന്റെ ഒരു പേജാണ്. ഓർക്കുഡ് മാത്രമല്ല, മറ്റൊരു പ്രധാനപ്പെട്ട സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റ് ഇന്ന് ഏറ്റവും പ്രധാനമുള്ളത് ഫേസ്ബുക്കാണ്. ഓർക്കുഡിനെ കടന്നുവേണ്ടി ഇപ്പം ആൾക്കാർ കൂടുതൽ പേരും ഫേസ്ബുക്കിലാണ് കൂടുതൽ ഇടപെടാറുള്ളത്. ഫേസ്ബുക്കിൽ ഇടപെടുന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട സാധ്യതയുണ്ട്. ഇവിടെ നമ്മളുടെ സ്റ്റാറ്റസ് ആയിട്ട് വേണമെങ്കിൽ ഒരു ചെറിയൊരു കാര്യമാണെങ്കിൽ ചുരുങ്ങിയ വാക്കുകൾ കൊണ്ടാണ് നമുക്കൊരു കാര്യം പറയേണ്ടതെന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റാറ്റസ് മെസ്സേജ് ആയിട്ട് ഇവിടെ ഇദ്ദേഹം കൊടുത്തിരിക്കുന്ന ഒരു സ്റ്റാറ്റസ് മെസ്സേജ് ആയിട്ട് അവിടെ കൊടുക്കാം. അതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് വേണമെങ്കിൽ താഴെ ചർച്ച ചെയ്യാം. ഇങ്ങനെ അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ തന്നെ നോട്ട് ലേഖനങ്ങളായിട്ട് തന്നെ നമുക്ക് കൊടുക്കാവുന്നതാണ്. ബ്ലോഗുകളിലും മറ്റൊക്കെ വരുന്ന ലേഖനങ്ങളുടെ ഫേസ്ബുക്ക് നോട്ടുകൾ, ഫേസ്ബുക്കിലെ നോട്ടായിട്ട് തന്നെ കൊടുക്കാവുന്നതാണ്. ഇത് ഞാൻ എഴുതിയ നോട്ടാണ്, കവിതയും കാണുന്ന വിഷയത്തെക്കുറിച്ച്. അതിനെക്കുറിച്ചുള്ള നീണ്ട ലേഖനം തന്നെ നമുക്ക് വേണമെങ്കിൽ ഇത്തരത്തിലേക്ക് കൊടുക്കാവുന്നതാണ്. ഇത് ശ്രീധരനാണ് പേജ് സെലക്ട് ചെയ്തത്. അപ്പൊ എന്താണ്, ഇത് അത്തരത്തിലുള്ള നീണ്ട ലേഖനങ്ങൾ തന്നെ ഇത്തരത്തിൽ കൊടുക്കാവുന്നതാണ്. അടുത്ത് അതിന്റെ താഴെ തന്നെ ചർച്ച നടക്കാവുന്നതാണ്. അപ്പൊ ഈ കവിതയും കാണുന്ന ലേഖനത്തെ സംബന്ധിച്ചുള്ള ചർച്ചയാണ് ഇങ്ങനെ ഈ